8,091. നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയത് കുറിച്ചിട്ടാണ്. സാധാരണ പോലെ 93 മൾട്ടിപ്ലൈഡ് ബൈ 87 എന്നാണ് നിങ്ങൾ ചെയ്തത്. ആരെങ്കിലും ഏതെങ്കിലും ആണ് മാത്തമാറ്റിക്സ് ഫോർമുല ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടില്ലേ? എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? ഞാൻ ഇപ്പൊ ചോദിച്ച ചോദ്യം 93 87 ആണോ? അത് 90 - 3 × 90 + 3 ആണോ? അങ്ങനെയാണെങ്കിൽ അത് 90² - 3² ആണോ? 90² എന്ന് പറഞ്ഞാൽ 8100 3² എന്ന് പറഞ്ഞാൽ 9 ആണോ? ഒരു ബുക്കും ഇല്ലാതെ മാത്തമാറ്റിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ആ ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ജീവിതത്തിൽ ഇത് ഉപയോഗിച്ചു ആണോ അല്ലയോ? അതുകൊണ്ട് പഠിച്ചത് കൊണ്ട് കാര്യമില്ല. ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് അന്വേഷണം ഡിസ്കസ് ചെയ്യാറ് വരാനല്ല. ആ ചാൻസ് കഴിഞ്ഞു. ദാറ്റ്സ് ഓവർ. ആ ചാപ്റ്റർ ഈസ് ഓവർ. ഇത് സെക്കൻഡ് എപ്പിസോഡാണ്. എന്താണ് പഠിച്ചത് എന്ന് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. അത് എഴുതി വെച്ചാൽ എളുപ്പം സാധിച്ചത്. സ്റ്റോപ്പ് ഡിസ്കഷൻ. ഇപ്പൊ എന്തെങ്കിലും ഒരു പോയിന്റ് നിങ്ങളുടെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടാവും. തിരിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടാവും. ഇതില് നിങ്ങൾക്ക് ഒരു പോയിന്റ് എങ്കിലും ഇന്നതാണ് പഠിച്ചതുകൊണ്ട് ഇന്നതാണ് ഗുണം. ആ എക്സർസൈസിലും ഞാൻ റോഡ് പറഞ്ഞപ്പോൾ അധികം എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞിട്ടില്ല. ശരിക്കും പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിന്റെ മുകളിൽ മാത്രം. റോൾ ഗോൾ വാല്യൂ സെറ്റിംഗ് ഒരു ഒറ്റ ക്ലാസ് ആണ്. അപ്പൊ ഒരു പോയിന്റ് മാത്രം പറഞ്ഞിട്ടാണ് എവിടെയുള്ളത്. കുറേ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. കുറേ ഡിഫറെന്റ് പോയിന്റ്സ്, വെറൈറ്റി ഓഫ് പോയിന്റ്സ് പറഞ്ഞു. കാരണം 2 മണിക്കൂറായി സംസാരിക്കും. ഇതില് നിങ്ങൾക്ക് ആർക്കെങ്കിലും 5 പോയിന്റ്സ് പഠിച്ചത് പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വളരെ ഉണ്ടാകും. ഞാൻ 6 മുതൽ 0 വരെ എണ്ണും. അതിന് മുമ്പ് ഇവിടെ എത്തിയാലേ നിങ്ങൾക്ക് പറയാനുള്ള ചാൻസ് ഉണ്ട്. 6 5 4 3 2 1 0. ഒരാളെങ്കിലും വന്നു. സാധാരണഗതിയിൽ ഞാൻ പറയട്ടെ, ആലപ്പുഴയിൽ ഏറ്റവും മോശം സ്കൂൾ കുട്ടികളെ പറഞ്ഞാൽ 40 കുട്ടികൾ ചാടി. 1 മണി വരെ ക്ലാസ് കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് 2 മണി വരെ ക്ലാസ്. ഈ ഇടയിൽ എനിക്ക് ഭക്ഷണം കഴിക്കാനും ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരിടത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയം ഉണ്ടാവും. എന്നിട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ക്ലാസ്. കാരണം കുട്ടികളുടെ റെസ്പോൺസ് നിർത്താൻ പറ്റാത്തത്. എന്തുകൊണ്ടാണ് മലബാറിന് ഇങ്ങനെയാവുന്നതെന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് മലബാറുകാർ എന്റർപ്രൈസിംഗ് അല്ലാത്തത്. അതേ സമയത്ത് ഞാൻ പറഞ്ഞത് കണ്ണൂർ ഭാഗത്ത് വടകരയിൽ ഞാൻ ഒരു ശ്ലോകം ഞാൻ ചൊല്ലും. ഇതേപോലെ ഒരു ശ്ലോകം ചൊല്ലും സ്കൂളിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, ഈ ശ്ലോകം ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒരു പ്രാവശ്യം കൂടി ഞാൻ ചൊല്ലും. ഇതുപോലെ ഇവിടെ വന്ന് ചൊല്ലാൻ പറ്റുന്ന ആരെയുണ്ടോ? സർ, ആദ്യം പറഞ്ഞപ്പോൾ തന്നെ പകുതിയിലധികം എഴുതി വെച്ചു. നിങ്ങളിൽ എത്ര പേര് എഴുതിയത്? നിങ്ങളുടെ ബുക്കിൽ എത്ര പേരുടെ ബുക്കിൽ എത്ര പേരുടെ ബുക്കിൽ എത്ര പേരുടെ ബുക്കിൽ ഞാൻ ചൊല്ലിയ ഏതെങ്കിലും ഒരു ശ്ലോകം എഴുതി വെച്ചുള്ളത് കൈപൊക്കണം. കൈപൊക്കണ്ടേ? ഞാൻ പറയുന്നത് പഠിക്കാനുള്ള താല്പര്യം നമ്മൾ അസസ് ചെയ്യുന്ന അങ്ങനെയാണ്. ഞാൻ വടകരയിൽ ഒരു സ്കൂളിൽ പോയിട്ട് മൗണ്ട് അബു സ്കൂൾ എന്നാണ് സ്കൂളിന്റെ പേര്. വൺ ഓഫ് ദ ബെസ്റ്റ് സ്കൂൾസ്. ഞാൻ പോയിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് സ്കൂൾ. എല്ലാവരും തട്ടോട്ടിട്ടാണ്. കംപ്ലീറ്റ് മുസ്ലിം കുട്ടികൾ. ആൺകുട്ടികളെല്ലാവരും തൊപ്പിയെടുത്ത് കളിക്കും. ആകെ 2 കുട്ടികളാണ് തൊപ്പിയിടാത്തതും മുടി കാണിച്ചുകൊണ്ടുള്ളത്. എത്ര പേരുണ്ട്? കട്ടിയായിട്ടുള്ള ശ്ലോകം. ഇത് മാത്രമല്ല, ശ്ലോകം. ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ ചോദിച്ചു, ഇത് അതുപോലെ ഇവിടെ വന്ന് ചെല്ലാൻ പറ്റിയാൽ 500 രൂപ തരാം. 6 പിള്ളേരെ ചാടി വന്നു. എന്റെ 3000 രൂപ. അവിടെ നമ്മൾ ക്ലാസ് എടുത്ത് പോകുമ്പോ റിയലി ത്രില്ലിംഗ് ആണ്. കാരണം എന്ന് വെച്ചാല് റെസ്പോൺസ് ഉണ്ട്. ഈ റെസ്പോൺസ് ഉള്ളപ്പോഴാണ് നമുക്ക് ത്രില്ല് ഉണ്ടാവും. മനസ്സിലായോ? ഞാൻ ഇവിടെ ക്ലാസ്സിൽ വിളിച്ച സമയത്ത് എത്ര കാശ് തരാന്ന് ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല.
കാരണം അത് പ്രതീക്ഷിച്ചത്. ഞാൻ ഇന്നലെ ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് വരുന്നത്. ഇന്ന് ഞാൻ ഹൈദരാബാദിൽ പോകുന്ന ആളാണ്. ഈ ഒരു ക്ലാസ് മാത്രം പ്രതീക്ഷിച്ചിട്ടാണ്. എന്റെ മകൻ ഒറ്റക്കാണ് ഹൈദരാബാദിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ജീവിക്കുന്നത്. കാരണം വീട്ടിൽ ആളില്ല. വൈഫിന്റെ അമ്മയ്ക്ക് അസുഖമായിട്ട് ഹോസ്പിറ്റലൈസ്ഡാണ്. ഇതൊക്കെ ഇതിനിടയിൽ നടന്നതാണ്. അപ്പൊ എനിക്ക് വിളിച്ച് പറയാമായിരുന്നു ഞാൻ വരില്ല. പക്ഷെ ഏറ്റവും ഒരു ക്ലാസ് വരില്ല എന്ന് പറയാനുള്ള മടി കൊണ്ട് വന്നതാണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ഏതെങ്കിലും 5 കുട്ടികൾക്ക് ഗുണമുണ്ടാവും, 4 കുട്ടികൾക്ക് ഗുണമുണ്ടാവും. എവിടെയെങ്കിലും ഒരു റെഫറൻസ് വരുമോ? ഈ ഒറ്റ ആഗ്രഹം കൊണ്ട് വരുന്നതാണ്. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കുന്നത് നമ്മൾ വരുമ്പോ റെസ്പോൺസ് ആണ്. ഞാൻ പറഞ്ഞില്ല ഈ 90 കുട്ടികളെ മാറ്റിയെടുത്തത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വെച്ചാൽ 90 പേര് കഴിവും അങ്ങനെയാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. ഇതിന് പലർക്കും ഒരു കുഴപ്പമില്ല. സ്റ്റേജിൽ കയറുന്നു ഒരു കുഴപ്പമില്ല. ഇതാണ് ആദ്യത്തെ സ്റ്റേജെങ്കിലും വന്നോളൂ. ഒന്നുകിൽ നിങ്ങളുടെ ചത്തിട്ട് പോകും, അല്ലെങ്കിൽ നന്നായിട്ട് പോകും. എന്തെങ്കിലും ഒന്ന് സംഭവിക്കണ്ടേ? ഇങ്ങനെ ജീവിച്ചിരുന്ന കാര്യം നമ്മുടെ നാട്ടുകാരോട് ചോദിക്കാം, ഇങ്ങനെ ഉണ്ടോ ജീവിതം? ഇങ്ങനെ പോകും. ഞാൻ അവരോട് തിരിച്ചു ചോദിക്കാം, എന്തിനാ ഇങ്ങനെ പോകും? നിർത്തിക്കൂടെ പണി? ചത്തൂടെ? നിമിഷം ജ്വലിതം ശ്രേയം നദുഭൂമയുധവും ചിരം ജീവിക്കുമ്പോൾ ശരിക്കും ജീവിക്കണം. അതല്ലാതെ ഇങ്ങനെ പുകഞ്ഞ് ജീവിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. നമ്മുടെ റെസ്പോൺസ് വേണം. ഇതിന് യാതൊരു താല്പര്യമില്ല ഇവിടെ വന്നിരുന്ന കാര്യം. അപ്പൊ വേണ്ടത് എഴുന്നേറ്റത് ചോദ്യം. ക്ലാസ്സിൽ മാഷന്മാരെ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാനുള്ള തന്റേടില്ലാത്ത പയ്യന്മാർ ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല. അത് ഉണ്ടാവണം. ആ റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കണം. ആ ഉണ്ടാക്കിയെടുക്കുകയാണ് മാഷിന്റെ താല്പര്യം. ഞാൻ 3 ലക്ഷം ടീച്ചേഴ്സിനെ പഠിപ്പിച്ചാണ്. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ ഇത്രയും പേര് വരില്ലല്ലോ. എനിക്കൊരു ഗ്യാരണ്ടി, ഓരോ സെന്റൻസ് പറയണ്ട, ഒരു വേർഡ് പറഞ്ഞാൽ എന്താണ് പഠിച്ചത് എന്നുള്ളതിന്റെ ഒരു വേർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണമുള്ള കാര്യം പറയണം. ഓക്കെ? പക്ഷെ ഒരു കോൺട്രാക്ട് ഉണ്ട് നമ്മളെ തമ്മിൽ. ഒരാൾ പറഞ്ഞത് വേറൊരാൾ റിപ്പീറ്റ് ചെയ്യണം. പുതിയ പോയിന്റ്സ് പറയണം. മനസ്സിലായോ? ഒരു പോയിന്റ് ഒരാൾ പറഞ്ഞാൽ അടുത്തൊരാള് ആ പോയിന്റ് പറയരുത്. പറഞ്ഞാൽ അപ്പടിയും അതിന് തയ്യാറാണെങ്കിൽ തിരിച്ചു പോകും. കോൺട്രാക്ട് നമ്പർ 1. ഇത് പറയുന്നതിന് വേണ്ടി മാത്രമല്ല, ഇവിടെ നിന്ന് പറയുമ്പോ നിങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. എന്താ പറയേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടേ അടുത്തുള്ള ആളോട് ചിലപ്പോൾ ഡിസ്കസ് ചെയ്യും. അത് ഭയങ്കര നോയ്സ് ആണ്. അത് ഒഴിവാക്കാനും കൂടെ. കാരണം ഈ പറയുന്നത് കേട്ടാലേ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് കോൺട്രാക്റ്റിലാണ് അടിച്ചത്. അഥവാ പോലീസ് കേസ് എന്തെങ്കിലും ഞാൻ പറയാം. അടി കൊള്ളാൻ തയ്യാറുള്ളവരെ ഇവിടെ നിൽക്കാവുന്ന ഞാൻ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തവർ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് എന്റെ ആദ്യത്തെ പ്രൂഫ്. ഒരു പോലീസ് അറസ്റ്റ് ചെയ്യില്ല. മനസ്സിലായോ? കാരണം നിങ്ങൾ എന്തിനു വേണ്ടി വന്നിട്ടുള്ളത്? അടി കൊള്ളാൻ റെഡി ആയിട്ടാണ്. ആണോ അല്ലയോ? അപ്പൊ വേറൊരു ഗുണം കൂടെ ഉണ്ട്. എന്താ അറിയോ? ഈ വന്നവരിൽ കുറച്ച് ഉഷാറുകൊണ്ട് ആദ്യം വന്നിട്ടുണ്ടോ, എന്നിട്ട് ബാക്ക് പോയി ഒളിഞ്ഞു. ആണോ അല്ലയോ? എല്ലാരും പറയണല്ലോ. ഇതിലെ ഒരു പോയിന്റ് പറഞ്ഞാൽ ബാക്കിൽ നിൽക്കുന്ന എല്ലാ പോയിന്റ്സും പറയുമ്പോഴത്തേക്ക് തീർന്നുപോയി. അപ്പൊ ആദ്യം പറയുന്നല്ലേ ചാൻസ് അധികം, ഗുണധികം കിട്ടാം. അപ്പൊ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിപ്പോ എന്ത്, എനിക്ക് ആദ്യം പറയണം. ആണോ അല്ലയോ? അപ്പൊ ആദ്യം പറയിപ്പിക്കണമെങ്കിൽ ഒരു മാർക്കാണ്. അപ്പൊ മനസ്സിലായോ? നിങ്ങളുടെ പിള്ളേരെ മാറ്റിയെടുക്കാൻ പറ്റുന്നു. അപ്പൊ ഇനിയിപ്പോ ഞാൻ എഴുതും, ഹൈലി ഇനിഷ്യേറ്റീവ് ഉള്ള കുറെ താല്പര്യമുള്ള മറച്ചു പറയാനോ നിങ്ങൾ ദേഷ്യപ്പെടാനോ കർത്തമുഖം കാണിക്കാനോ അല്ല ഞാൻ നടന്നത്. എത്ര ദേഷ്യം പിടിച്ച് പറയുമ്പോഴും എന്റെ മക്കളെ ഞാൻ അടിക്കുമ്പോഴും എന്റെ ബ്ലഡ് പ്രഷർ നോക്കിയാൽ 1 ഇഞ്ച് പോലും കൂടില്ല, 1 മില്ലിമീറ്റർ പോലും കൂടില്ല. എന്റെ ഹാർട്ട് ബീറ്റ് കുറച്ച് പോലും കൂടില്ല. കാരണം ഞാൻ ഹിമാലയൻ മെഡിറ്റേഷൻ പഠിച്ചവരാണ്. അപ്പൊ എന്റെ ശരീരത്തില് പ്രഷർ ഉണ്ടാക്കുന്ന ഒരു പണിയും ഞാൻ ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ നല്ലപോലെ വഴക്ക് പറയുമ്പോഴും എന്റെ ഹൃദയം വളരെ ശാന്തമാണ്. മുഖം മാത്രമേ അർപ്പിച്ച് കാണിക്കുന്നു. അതുകൊണ്ട് നിങ്ങളോടൊരു ദേഷ്യമൊന്നുമില്ല. നന്നാക്കാൻ വേണ്ടിയുള്ള ചില ടെക്നിക്കുകളുടെ ഭാഗമാണ്. മനസ്സിലായപ്പോ? യെസ് പോരാ. പോരാ. ഇങ്ങനെ വേണം റെസ്പോണ്ട്. കൈ കൊട്ടാൻ പറയുമ്പോ എങ്ങനെ കൊട്ടണം?
നിങ്ങൾ ആരെങ്കിലും ഇവിടെ സ്റ്റേജിൽ വരുമ്പോൾ ഞാൻ റാൻഡമായിട്ട് കൈ ചുറ്റിക്കും. ആ കയ്യിൽ ചുവന്ന കളറില്ലെങ്കിൽ നിങ്ങളുടെ തുണ്ട ഞാൻ ചോപ്പിക്കും. ശരിക്കും ചുവന്ന കളർ ഉണ്ടാവും. കാരണം ഏത് പണി ചെയ്യുമ്പോഴും ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ചുവന്നിട്ടില്ലെങ്കിൽ അടി കിട്ടുന്ന ഉറപ്പാണ്. റെക്കോർഡ് ചെയ്യുന്നത് വേണ്ടിയിട്ടാണ്. റെഡി അല്ലെങ്കിൽ ഇപ്പൊ പോവാം. ശരിക്കും കൈ ചുവന്നോളൂ. ഏതെങ്കിലും പ്രോഗ്രാമിൽ ഏതെങ്കിലും മണ്ടന്മാരിവിടെ വരുമ്പോൾ നിങ്ങൾ അസലായിട്ട് കൈകൊട്ടാറണം. നിങ്ങൾ ആദ്യത്തെ കൈ കൊണ്ട് കെട്ടാൻ അറിയാം. നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. എന്ത് പഠിപ്പിച്ചിട്ടില്ല? കൈ കൊട്ടാൻ പോലും പഠിപ്പിച്ചിട്ടില്ല. മനസ്സിലായോ? എന്ത് പണി ചെയ്യുമ്പോഴും ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം. ആ ആത്മാർത്ഥത ഉണ്ടാകുമ്പോഴേ നിങ്ങൾ എൻജോയ് ചെയ്യും. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ എന്ത് പഠിപ്പിച്ചു? ആത്മാർത്ഥതയുള്ളത് വ്യക്തമാക്കാൻ. അച്ഛനും അമ്മയും നിങ്ങൾ വഴക്ക് പറയുന്നുണ്ടാവും. യൂസ്ലെസ് ഫെലോസ് ചിലപ്പോൾ ടീച്ചർമാരും പറയുന്നുണ്ടാവും. ഞാൻ യൂസ്ലെസ് എന്ന് പറയാറില്ല, യൂസ്ഡ് ലെസ് ഫെലോസ് ആണ്. യൂസ്ഡ് ലെസ്, നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങളെ ഇനിയെങ്കിലും ശരിക്കും ഉപയോഗിക്കാൻ തീരുമാനം. ഇവരൊന്നും നന്നായില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലായോ? അപ്പൊ ഒരു പോയിന്റ് പറയാവൂ. പോയിന്റ് റിപ്പീറ്റ് ചെയ്താൽ എന്താ റിപ്പീറ്റ് ചെയ്തതെന്ന് ചോദിക്കില്ല. ഞാൻ ബാക്കിൽ നിന്നുണ്ടാവും. ടപ്പ് നടി കിട്ടും. അപ്പൊ എന്തായാലും വേണ്ടത്. കാരണം ലെഫ്റ്റ് സൈഡ് കൊണ്ടാണ് അടിക്കാനുള്ളത്. എന്നാലും കുഴപ്പമില്ല. ലെഫ്റ്റ് കൊണ്ടും റൈറ്റ് കൊണ്ടും അസല കളിയാണ്. ഈ കളി നല്ല ഉറപ്പുള്ള കളിയാണ്. ഒരു സംശയവും വേണ്ട. വല്ലാണ്ട് പറമ്പിൽ നല്ലപോലെ പണിയെടുക്കുന്ന നല്ല തഴമ്പുണ്ട്. പുറത്ത് വിരലിന്റെ പാട് ശരിക്കും കാണും. റെഡിയാണോ അല്ലയോ? Yes? Yeah. Come, who want to come? ഫസ്റ്റ് സാറിനോട് പറഞ്ഞതിനെ വെച്ച് എനിക്ക് ഏറ്റവും ഇൻഫ്ലുവൻസ് ആയത് ഒരു വേർഡാണ് ശ്രദ്ധയുള്ളവർക്ക് അറിവ് കിട്ടും. നമ്മൾ എത്രത്തോളം ഞാൻ ദുബായിൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അത് നമ്മള് ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധാന്തരിക്കാൻ ഡ്രൈവ് ചെയ്തു. അപ്പോ ഒരു എംബ്ലം വേണം, ഒരു പേര് വേണം പ്രോഗ്രാം. അപ്പൊ തോന്നിയ പേരാണ് ശ്രദ്ധ. എന്താണ് പേര്? ഇങ്ങനെയാണോ ശ്രദ്ധ? ഇത് ദാനാണോ? ഇത് ദാനാണോ? ഇത് ശ്രാനാണോ? ഇത് ശ്രദ്ധാണോ? ഇതാണ് എന്റെ സിമ്പിൾ. ഞാൻ ആ പ്രോഗ്രാമിൽ കൊടുത്ത സിമ്പിൾ അതാണ്. അത് നേരെ തിരിച്ചിട്ടാൽ പോലെ തോന്നും. ചോദ്യം പോലെ തോന്നും. ക്വസ്റ്റ്യൻ മാർക്ക് തോന്നില്ലേ? ആ സിമ്പിൾ തിരിച്ചിട്ടിട്ടാണ് കൊടുത്തതെന്ന് മാത്രം. ഇത് ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ആർക്കും മനസ്സിലാവുന്നില്ല എന്താ സംഭവം. ഞാൻ നേരെ തിരിഞ്ഞു നോക്കാൻ പറ്റും. അപ്പൊ മനസ്സിലായി ഞാൻ എഴുതിയത് എന്താണ്? ശ്രദ്ധ. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. എന്താ പേര്? എന്താ പേര്? മിഥുൻ. അവനവന്റെ പേരിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണം. മിനിമം അറിയേണ്ട കാര്യം. നിങ്ങൾ ഏതെങ്കിലും ഗ്രാജുവേഷൻ കഴിഞ്ഞ് ബാങ്ക് ജോലിക്ക് പോകുമ്പോ ഞാനാണ് അവിടെ ഇന്റർവ്യൂ ഇരിക്കുന്നെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം പേരിന്റെ അർത്ഥം. ആ അർത്ഥം പോലും അന്വേഷിക്കാത്ത ഒരാള് നമ്മൾ ജോലിക്ക് എടുക്കാം. ബാങ്ക് ഇന്റർവ്യൂവിന് ഗസ്റ്റ് ആയിട്ട് പോവാറുണ്ട്, ഇന്റർവ്യൂ ആയിട്ട്. അപ്പൊ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ പഠിക്കുന്ന കൊമേഴ്സോ എക്കണോമിക്സോ സയൻസോ മാത്സോ കെമിസ്ട്രിയോ ഫിസിക്സോ അല്ല. മിനിമം അറിയേണ്ടത് എന്താണ്? അർത്ഥം കണ്ടുപിടിച്ചിട്ട് എന്നെ വിളിക്കണം.
ഒരിക്കലും നേടിയെടുക്കാനാവുന്ന ഒരു കാര്യമല്ല. അത് ആചാര്യോത്പാദമാനതയെ പാദം ശിഷ്യസമയത്തെയ പാദം സഭ്യതാചാര്യത്തെയ പാദം കാലക്രമേണ പഠിക്കാനുള്ള ഇവാലുവേഷൻ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആരെക്കൊണ്ട് കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. ആ തൊഴിലുകൾ കുട്ടികളെ സെലക്ട് ചെയ്ത് പഠിപ്പിച്ചത് ഞാൻ കാര്യം എനിക്ക് മനസ്സിലായി. ഇതുവരെ ഞാൻ സത്യം പറയാം അതിലേക്ക് ഇതുവരെ പഠിച്ചു. അച്ഛൻ കൃഷിപ്പണിയാണ്. ഒരു ഏക്കർ സ്ഥലത്ത് എത്ര റബ്ബർ മരങ്ങളാണ്? ഞാൻ ചോദിക്കുന്നത്, അച്ഛന്റെ വിവരം മക്കൾക്ക് ഇല്ലാതെ നോക്കിയപ്പോ മനസ്സിലാവും. അവനവന് ശാപ്പാട് തരുമ്പോ അതിന് കാരണക്കാരനാവുന്ന ആൾക്കാരെ സഹായിക്കും. നല്ലപോലെ കുരുപണിയാണ്. എന്റെ കയ്യിൽ നോക്കിയാൽ സയന്റിസ്റ്റിന്റെ കയ്യിൽ ശരിക്കും കൃഷി ചെയ്യുന്നതാണ്. ഇപ്പോഴും തേങ്ങ പറിക്കണമെങ്കിൽ തെങ്ങിൽ കയറിയിട്ട് തേങ്ങ പറിക്കുന്ന ആളാണ്. ഒരു കൗമുന്ന് മറ്റേ കൗമുന്നിലേക്ക് ചാടുന്നത് കണ്ടുണ്ടോ? ഇന്റർനെറ്റ് പോയി നോക്കിയാൽ കാണാം. എന്റെ മക്കൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞപ്പോ മക്കൾക്ക് വിശ്വാസമായില്ലേ? ഞാനിപ്പോ റെക്കോർഡ് ചെയ്തോ ഞാൻ ചാടി കാണിച്ചത്. അപ്പൊ ഒരു കൗമുന്ന് മറ്റേ കൗമിലേക്ക് ചാടി ഇപ്പോഴും പണി ചെയ്യും. അസലായിട്ട് പണി ചെയ്യും. എന്റെ നടുവിലുള്ള വീടിന് ചുറ്റും കംപ്ലീറ്റ് മുരിങ്ങുകൾ വെച്ചിട്ടുണ്ട്. ഫുള്ള് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോക്കിയത്. അവിടെയും ചട്നി ഉണ്ടാക്കാൻ, ചമ്മന്തി ഉണ്ടാക്കാൻ തേങ്ങയില്ല തോന്നിയ ഒട്ടനെ തേങ്ങ ഇപ്പോഴും കയറി നല്ല പോലെ പഠിച്ചതാണ്. അച്ഛനെ സഹായിക്കുകയും ചെയ്യുന്നത് അത്യാവശ്യമായിട്ട് വേണം. ആ സമയത്തുള്ള ഒരാൾക്ക് കൃത്യമായിട്ട് അറിയും എത്ര മരം ഒക്കെ എണ്ണണ്ടേ. നല്ല വ്യത്യാസം വരും. ഗുഡ്. ഞാൻ എല്ലാ ക്ഷേത്രങ്ങളിലും പൊതുവെ വിശ്വാസിയാണ്, ഈശ്വരവിശ്വാസിയാണ്. ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്. മിക്ക ക്ഷേത്രങ്ങളും, ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും ഞാൻ കാണാറുണ്ട് അന്നദാനം മഹാദാനം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ ഇന്നിവിടെ വന്നപ്പോ അന്നദാനം അന്നദാനം പരമദാനം വിദ്യാദാനം പരമോദാനം അങ്ങനെ സാർ പറഞ്ഞ ഒരു ശ്ലോകം അതെനിക്ക് വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. നല്ല പോലെ പഠിപ്പിക്കാൻ ഏറ്റവും നല്ല സ്റ്റുഡന്റ് ഏറ്റവും നല്ല ടീച്ചറാണ്. ഏറ്റവും നല്ല ടീച്ചർ ഏറ്റവും നല്ല സ്റ്റുഡന്റ്. ഓൾവേസ് യു വിൽ സ്റ്റഡി. പഠിക്കാതിരിക്കാൻ പറ്റില്ല. ഉറപ്പായിട്ട് വായിച്ചോണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഇപ്പോഴും കുറെ നോട്ടുണ്ടാവും. ഈ നോട്ടില് കുറെ ശ്ലോകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ ശ്ലോകങ്ങളാണ് എന്റെ പഠനം. അപ്പൊ ഏതെങ്കിലും ബുക്കിൽ നിന്ന് ശ്ലോകം എടുത്തിട്ട് എഴുതി വെക്കും. കാരണം ഇവിടെ വരുമ്പോ കുറച്ച് സമയം ഫ്രീ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും? കൊട്ടേഷൻസ്, നോട്ട്സ് ചെറിയ ചെറിയ പേപ്പറിൽ എഴുതി സൂക്ഷിച്ചു വെക്കും. അതെപ്പോഴും ഇതാവും. മനസ്സിലായോ? അപ്പൊ പഠിക്കുക, വായിക്കുക, നോട്ട് ഉണ്ടാക്കുക. പിന്നെ എന്റെ ഇതിനകത്തുണ്ടാവും നോട്ട് ഉണ്ടാവും, നോട്ട് പാഡ് സ്ഥിരമായിട്ട് വായിച്ചു. ഇന്നലെ ബികോം കഴിഞ്ഞ ഒരു സ്ത്രീ എന്റെ അടുത്ത് പറഞ്ഞു, 2 മാസം മുമ്പ് മകൻ പഠിക്കുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് കൊണ്ടുവന്നതാണ്. ബികോം പാസ്സായതാണ്. ചോദിച്ചു നിങ്ങൾ വല്ലതും വായിക്കാറുണ്ട്? ബികോം നല്ല മാർക്കോടുകൂടി പാസ്സായതാണ്. ഈ അമ്മയെയാണ് കാണുന്നത് മകൻ. പഠിച്ചിട്ടും ഒരു ഗുണമില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും സാധാരണ അമ്മയല്ലാതെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത്, ഹസ്ബൻഡ് ദുബായിലാണ്, ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്റർനെറ്റ് പോയിട്ട് എന്റെ ലെക്ചർ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ കണ്ടപ്പോൾ കൊടുത്ത
അമ്മ നന്നാവും. ഇന്നലെ കുറേ നോട്ട് ഉണ്ടാക്കി കൊണ്ടുപോകും, ഒരു പെൻഡ്രൈവ് കൊണ്ടുപോകും. എന്നിട്ട് പറഞ്ഞു സാറേ, സാറിന്റെ എല്ലാ ലെക്ചേഴ്സും ഒന്ന് കോപ്പി ചെയ്ത് തരണം. അത് ഏകദേശം 10-15 GB. അപ്പൊ അതില് 1 GB 2 GB ആയിട്ട് കോപ്പി ചെയ്ത് കൊടുക്കും. ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി മകൻ നന്നാക്കാൻ ഞാൻ പറഞ്ഞ കാര്യം ആര് ചെയ്താൽ മതി? അമ്മ എന്നെ ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കൗൺസ് ചെയ്യുക. അപ്പൊ ആ വിദ്യാഭ്യാസ വിദ്യാർത്ഥിയായിരിക്കും ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് വേറെ. മനസ്സിലായോ? ഏറ്റവും നല്ല വിദ്യ എന്ന് പറയുന്നതാണ് ബാക്കിയുള്ളവരെ പഠിപ്പിക്കുമ്പോൾ അവനെ കിട്ടുന്ന വിദ്യ. ഇപ്പൊ അമ്മക്ക് സമാധാനമായി, മക്കൾ പഠിക്കാൻ തുടങ്ങുന്ന വിശ്വാസമല്ലേ? മാതാപിതാക്കളെ ചെയ്തു തരുന്നതിന് അവർക്ക് അവരോട് നന്ദി പറയണം. മമ്മി കറി ഉണ്ടാക്കി തന്നാലും ഒരു നല്ല വാക്കും പറയില്ല, ടേസ്റ്റ് പോകുള്ളൂ. എന്ത് ചെയ്തു തന്നാലും ചിലപ്പം ചെയ്ത് തരാത്തത് കുറ്റം പറയും, ചെയ്ത് തന്നത് എന്താണെന്ന് നോക്കിയില്ല. ഇനി അത് മാറ്റും. നിങ്ങൾ ചെറിയ കുട്ടികളെ കൊണ്ട് നടക്കുന്ന അമ്മമാരെ കണ്ടിട്ടോ? കണ്ടിട്ടോ? ആ കുട്ടികളെ കരയുന്ന കണ്ടിട്ടോ? ആ കുട്ടികളെ ചിരിക്കുന്ന സമയത്ത് കളിപ്പിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇപ്പോഴൊക്കെ നിങ്ങൾ ഓർക്കേണ്ടത്, ഒരു കാലത്ത് എന്നെ അമ്മ അതുപോലെ നോക്കിയതാണെന്ന് അത് ഓർമ്മ വേണം. ഞാനൊക്കെ ജോലി ചെയ്ത ഹൈദരാബാദിലുള്ള സമയത്ത് എന്റെ അമ്മ ഉണ്ടാവുന്നത് എന്റെ കൂടെ. ഓഫീസിൽ നിന്ന് വന്ന് ആദ്യം ചെയ്യുന്ന അമ്മയുടെ മണികളാണ്. അപ്പൊ അമ്മ കൈയോട് ഇന്ന് തലവഴിക്ക് പറയും, മോനെ നന്നാവും. കാരണം നമുക്ക് അപ്പോഴേ അറിയാൻ ഞാൻ മോശമാണ്. അപ്പൊ നാളെ നന്നാവും എന്നുള്ളൊരു വിശ്വാസം ആ ഒരു തലവോട്ടിൽ അമ്മ തന്നിട്ട് മോളോട് പറയും, മോളെ നീ നന്നാവും. അത് പറയുമ്പോഴാണ് നന്നാവും. ഓക്കെ? അതുകൊണ്ട് അമ്മയെ നല്ല പ്രദർശിപ്പിക്കണം, അച്ഛനെ മൈൻഡ് ചെയ്യണം. ഓക്കെ? നമ്മളൊരു നല്ല സ്റ്റുഡന്റ് ആകുമ്പോൾ, നമ്മളൊരു നല്ല നല്ലൊരു സ്റ്റുഡന്റ് ആകുമ്പോൾ നമ്മൾ നല്ലൊരു മകനോ മകളോ ആകുമെന്ന് പറഞ്ഞത് എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ അമ്മക്ക് അച്ഛനും താത്തയും എല്ലാ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്താ വേണ്ടത്? നന്നായി പഠിക്കണം, അല്ല വേണ്ടത്? എനിക്ക് ഡിഗ്രി പഠിക്കാനാണ് താല്പര്യം. പക്ഷേ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നന്നായി പഠിക്കേണ്ടത്? അല്ലെങ്കിൽ ഏതാ വിഷയം? കെമിസ്ട്രി എടുക്കാനുണ്ടോ? കെമിസ്ട്രി. കണ്ണൂർ ജില്ലയിലെ കെമിസ്ട്രിയില് നല്ല ഡിപ്പാർട്ട്മെന്റ്. കെമിസ്ട്രി മാത്രമല്ല, അതിന്റെ സബ്സിഡറി വിഷയം കൂടി നോക്കണം. സബ്സിഡറി വിഷയം നോക്കുമ്പോൾ ഫിസിക്സും മാത്തമാറ്റിക്സും സബ്സിഡറി ഉള്ളതാണ് നല്ലത്. ഏതിനേക്കാളും കമ്പ്യൂട്ടർ സയൻസിനേക്കാളും. കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല കെമിസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ എന്റെ കസിൻ ബ്രദർ പ്രൊഫസർ ടി.പി. രാധാകൃഷ്ണൻ. ഭട്നഗർ അവാർഡി, FNASC, FASC, FIMA, PhD എടുത്തത് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അയാൾ പഠിച്ചത് പയ്യന്നൂർ കോളേജിൽ. ഇപ്പോ മലബാർ ഭാഗത്തുള്ള ഏറ്റവും നല്ല കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പായിട്ട് എന്ന് പറയാം, പയ്യന്നൂർ കോളേജാണ്. അവിടെ മാത്തമാറ്റിക്സും ഫിസിക്സും ഒക്കെയാണ് സബ്സിഡറികൾ. അപ്പൊ കെമിസ്ട്രി BSc എടുക്കുമ്പോൾ ആലോചിക്കേണ്ട കാര്യം, ഏതാണ് 2 സബ് സബ്ജക്റ്റുകൾ? അതെന്താവരുത്? കമ്പ്യൂട്ടർ സയൻസ് ആകും. പിന്നെ ഭാവിയിൽ ടീച്ചർ ആവാനാണ് ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ പോയി പഠിക്കേണ്ട സ്ഥലം നിങ്ങൾ മാക്സിമം കുട്ടികളെ എഴുതിപ്പിക്കേണ്ടത് മൈസൂരിൽ പഠനമുണ്ട്. അവിടെ പഠിച്ചിട്ടുള്ള പലരും എങ്ങനെ നല്ലതാണെന്ന് നമ്മൾ അറിയാം. അവിടെ പഠിച്ചിട്ടുള്ള പലരും ഇപ്പൊ ബിർള സയൻസ് പ്ലാനറ്റോറിയം ഹൈദരാബാദിന്റെ ഡയറക്ടർ അവിടെ നിന്ന് പഠിച്ചു വന്നതാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയിലെ സയന്റിസ്റ്റ് SG ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ അവിടെ പഠിച്ചു വന്നതാണ്. അപ്പൊ അങ്ങനെ കുറേ പേരെ സൃഷ്ടിച്ചിട്ടുള്ള സ്ഥലമാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, നമുക്ക് കെമിസ്ട്രി പഠിക്കാനുള്ള 2 സ്ഥലം. പിന്നെ SN കോളേജിൽ നല്ലതാണ്. ഏത് കോളേജിലും പോകാം, പക്ഷെ എന്ത് കൂടി നോക്കണം, ഇപ്പൊ കുറെ കോളേജസ് ഓട്ടോണമസ് കോളേജസ് ആയിരുന്നു. ദേവഗിരി കോളേജ് ഇപ്പൊ മലബാറിൽ ഏറ്റവും നല്ല ഓട്ടോണമസ് കോളേജ് ആയിട്ടുള്ള കോളേജ്. കാരണം അത് ഓട്ടോണമസ് ആക്കുന്നത് യൂണിവേഴ്സിറ്റി കുറെ നോക്കിയിട്ടാണ്. അപ്പൊ നല്ല മാർക്കോട് കൂടി പാസ്സായ അത്തരം ഓക്കെ. എത്ര മാർക്ക് കിട്ടും? 98% മിനിമം ഉണ്ടായാൽ ഇന്ന കോളേജിൽ കിട്ടുന്ന ഗ്യാരണ്ടി പറയാം. ഈ 95 98 ആക്കണോ? 2 ദിവസം വിളിച്ചാൽ എന്ത് കാര്യം ചെയ്യുമ്പോൾ അത് ആത്മാർത്ഥതയോടെ ചെയ്യണം. എന്നെ സംബന്ധിച്ചാണെങ്കിൽ തോന്നുന്നുണ്ടോ? എന്ത് കാര്യം ചെയ്ത് ആത്മാർത്ഥതയോടെ ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ
മാത്രമേ ചെയ്യൂ. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല. എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കണമെന്ന് ആഗ്രഹം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. സാറ് പറഞ്ഞപ്പോൾ മാത്രമേ എനിക്ക് മനസ്സിലായി എന്ത് നന്നായിട്ട് ചെയ്താൽ നമ്മളെ കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് ഇനി മുതൽ ഞാൻ എന്ത് കാര്യം ഏറ്റവും ചെറിയ കാര്യമാണെങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രമിച്ചു. ആത്മാർത്ഥതയുടെ കൂടെയാണ് ശ്രദ്ധയിക്കുന്നത്. സാർ പറഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ പഠിക്കുമ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് അത് ഫ്രണ്ട്സിന് കൊടുക്കണം. അപ്പൊ നമുക്കും അവർക്കും പഠിക്കാൻ പറ്റുന്ന കാര്യം ബാക്കിയുള്ളവർ ആൻസർ ചെയ്യണം, അത് കറക്റ്റ് ചെയ്ത് പോയി. അപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോ വായിച്ചു, വേറൊരാളുടെ ആൻസർ എഴുതുമ്പോ വായിച്ചു, കറക്റ്റ് ചെയ്യുമ്പോ വായിച്ചു. കറക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ പിറ്റേ ദിവസം അറിഞ്ഞു കൊടുത്തു ഇതെന്തിനാ കറക്റ്റ് ചെയ്തത്, എങ്ങനെയാ കറക്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ പഠിക്കുന്ന കാര്യത്തിലാവും നിങ്ങളുടെ ഡിസ്കഷൻ. ഈ സാധനം നിങ്ങളുടെ ലഞ്ച് ബ്രേക്ക് ആത്മവിശ്വാസക്കുറവാണ്. അത് സാർ ആ പാട്ടുപോലെ എല്ലാവർക്കും Good. Give it a big clap. എന്തിനാണ് നിങ്ങളോട് കുറേ പേരോട് വരാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇതേപോലുള്ള ചിലരുണ്ടാവും. നിങ്ങൾ എന്ത് പറ്റും, എപ്പോഴെങ്കിലും നിങ്ങളെ ഇപ്പൊ ബിടെക് പഠിച്ച് എംടെക് പഠിക്കുന്ന ഒരു കുട്ടി ആ എംടെക്കിന്റെ പ്രസന്റേഷൻ ഫെയിലായി, കാരണം ഇതുവരെ സ്റ്റേജിൽ പോയില്ല, ആദ്യമായിട്ടാണ്. മനസ്സിലായോ? അപ്പൊ എന്ത് സ്വഭാവം മാറ്റണം, ആ ഫിയറൊക്കെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, സ്റ്റേജിൽ കിടക്കിടയ്ക്ക്. മനസ്സിലായോ? എവിടുന്ന വരുന്നത്? വൈകുന്നേരം ഞാൻ പെരുമ്പുഴവില് JC-ന്റെ പ്രോഗ്രാമിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത്. ചപ്പാരപ്പുഴ ഇന്ന് ചപ്പാരപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ ഏത് വിഷയം പഠിക്കണം? അല്ല ഇപ്പൊ കോമേഴ്സ്, ഹോം സയൻസ്. അപ്പൊ എങ്ങനെ ചട്നി ഉണ്ടാക്കും, ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കും? ഹോം സയൻസ് എന്താ പഠിക്കണം? ആ ഗ്രോത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഉണ്ടാക്കണം. സാധാരണ തിന്നുന്ന സാധനം ഉണ്ടാക്കാനുള്ള ശീലപ്പൊടി ഉണ്ടാവില്ല. നീ പച്ചരി ഉണ്ടാക്കും, ഉണ്ടാക്കും, ഒറ്റക്ക് ഉണ്ടാക്കി, പിന്നെ ഒറ്റക്ക് തിന്നോ? എങ്ങനെയാ ചമ്മന്തി ഉണ്ടാക്കുന്നത്? Good. Give it a big clap. ആ കൂട്ടുകാർ ആരാണെന്ന് നോക്കിക്കാണാനുള്ള കണ്ണാണ് പാരന്റ്സിന് വേണ്ടത്. എന്തുകൊണ്ടാണ് ദുര്യോധനന്റെ സുഹൃത്ത് ശകുനി ആയതെന്ന് ചോദിച്ചാൽ, ദുര്യോധനന്റെ അച്ഛൻ അന്ധനായിരുന്നു. അച്ഛൻ അന്ധനാവുമ്പോ അമ്മ കണ്ണ് തുറന്നിരിക്കാൻ വേണ്ടി പ്രേമം ഭയങ്കര മൂത്തപ്പോ
അച്ഛന്റെ കൂടെ അമ്മയും കൂടി അന്തയായി. അച്ഛനും അമ്മയും അന്തന്മാരായ കുറെ പിള്ളേരുണ്ടാവും. ആരുടെ കൂടെയാണ് അവർ പോകുന്നത് അറിയില്ല. അതുകൊണ്ടാണ് ദുര്യോധനൻ ചിന്തയായത്. അതേ സമയത്ത് അച്ഛന്റെ യാതൊരു കടമയും ചെയ്യാതെ അവരൊന്നും മനക്കെടാതെ അമ്മ മാത്രം വളർത്തിയതുമാണ് പഞ്ചപാണ്ഡവന്മാര്. മനസ്സിലായോ? അപ്പൊ ഏറ്റവും കൂടുതൽ മക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരാണ്? അമ്മയാണ്. ഫൈൻ, ഗുഡ്. ഞാൻ ഇതുവരെ ഗ്രൂപ്പായിട്ട് പഠിച്ചിട്ടില്ല. അപ്പൊ ഇനി മുതൽ ചെറിയൊരു ഗ്രൂപ്പായിട്ട് പഠിക്കാനും അത് കൂടുതൽ മനസ്സിലാക്കാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ +1 +2 ഞാൻ മഹാമോശം സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷെ പാസ്സായി പോയത് ഫസ്റ്റ് ഇയർ +1 അന്ന് പ്രീഡിഗ്രിയാണ്. എല്ലാത്തിനും തോറ്റു മലയാളത്തിൽ പഠിക്കും. ഏകദേശം ഈ സമയമാകുമ്പോ ജനുവരി ആവുന്ന സമയത്താണ് ഞങ്ങൾ തീരുമാനിച്ചത് നമുക്കൊന്ന് പഠിക്കണം. ഇപ്പൊ പെരുമ്പയില് ആ ബ്രിഡ്ജ് കഴിഞ്ഞു കഴിഞ്ഞാൽ കാഞ്ഞങ്ങാടേക്ക് പോകുന്ന സമയത്ത് വലത്ത് ഭാഗത്ത് സത്രം എന്നൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ നടത്തുന്ന വിജയനും ഞാനും ഒരു രമേശും ഒരു വിജയകുമാർ 4 പേര് കമ്പൈൻഡ് ആയിട്ട് ഇത് പഠിച്ചു. അന്ന് ഒരു 2 മാസം ഞങ്ങൾ കമ്പൈൻഡ് ആയിട്ട് പഠിച്ചതുകൊണ്ടാണ് ഞാൻ +2 പാസ്സായി പഠിച്ചത്. അപ്പൊ എന്നെ ശരിക്കും കെമിസ്ട്രിയും ഫിസിക്സും മാത്സും ഒക്കെ പഠിപ്പിച്ചത് വിജയനാണ്. ഇന്നാണ് പെരുമ്പയിലൊരു ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഞാൻ അവിടെ നിന്നാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു ചായ കുടിച്ചു. അദ്ദേഹം കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വെയിറ്റ് ചെയ്യുന്നത് ചായ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവിടെ സ്ഥലത്തായിരുന്നു. ആ വിജയൻ ഇപ്പോഴും വിജയന്റെ മകൻ ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജാ പഠിക്കും. അവൻ +2 പഠിക്കുമ്പോ ചില ദിവസം എന്നെ വിളിക്കുമായിരുന്നു. ഞാൻ ഹൈദരാബാദിലാകുമ്പോൾ വിളിക്കും. CH കെമിസ്ട്രിയുടെ ഞാൻ ഫോർമുല പറയുന്നത്. കെമിസ്ട്രിയിലെ ചില ബെൻസോണിന്റെ ഫോർമുല ഉണ്ട് അല്ലേ? ബെൻസീന്റെ ഫോർമുല പറഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ട് ശശി ഇത് ശരിയാണോ? താനെ വിളിക്കുന്ന അറിയും. പെരുമ്പയില് കച്ചവടം നടത്തുന്ന വിജയനാണ് വിളിക്കുന്നത്. മകന്റെ നോട്ടിൽ ഞാൻ തെറ്റ് കണ്ടു. തെറ്റ് തിരുത്തുന്നതാണ്. എത്ര കൊല്ലം മുമ്പ്? 30 കൊല്ലം മുമ്പ് +2 പഠിച്ചതാണ് ഓർത്തത്. മകൻ പഠിക്കുന്ന സമയത്താണ് കെമിസ്ട്രി ഉണ്ടാകുന്നത്. അത് ഉറപ്പാണെന്ന് പറയാൻ അന്നും കൂടെ പഠിച്ച എന്റെ കൂടിയാണ് ഡിസ്കസ് ചെയ്തത്. ഏതാ ആ കെമിസ്ട്രി മാത്രം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ശരിക്കും ഓർമ്മയില്ല, ഒന്നുകൂടെ പറയും. അതൊക്കെയാണ് ശരി. ഞാൻ പറഞ്ഞേ ഇതാണ് കറക്റ്റ്. അവൻ സമ്മതിക്കുന്നില്ല. എന്റെ അടുത്ത് ഈ കളി. അച്ഛൻ കെമിസ്ട്രി മാഷാണെങ്കിലും വിടാം, കെമിസ്ട്രി മാഷല്ല എന്താണല്ലോ. ആ കുട്ടിക്ക് അച്ഛനോട് ഇങ്ങനെ ഉണ്ടാവും, പോലെ ഉണ്ടാവില്ലയോ? അപ്പൊ ഇപ്പൊ ശരിക്കും കെമിസ്ട്രി പഠിച്ചാൽ നിങ്ങൾ എവിടെയെങ്കിലും എത്തിയില്ലെങ്കിലും നിങ്ങളുടെ മക്കളെയെങ്കിലും കെമിസ്ട്രി പഠിപ്പിക്കാൻ പറ്റും. മനസ്സിലായോ? അതുകൊണ്ട് എങ്ങനെ പഠിക്കണം? ശരിക്കും പഠിക്കണം. കെമിസ്ട്രി ഒക്കെ എളുപ്പം പഠിക്കാവുന്ന കുറെ മെത്തേഡ്സ് ഉണ്ട്. പറഞ്ഞ നിങ്ങളുടെ പീരിയോഡിക് ടേബിൾ ഉണ്ടല്ലോ, അത് ഏകദേശം ഇതേപോലെ ചാപ്റ്റർ വരയ്ക്കാം. ഓരോ ചാപ്റ്റർ എടുത്തിട്ട് ഏതൊക്കെ കോമ്പൗണ്ട്സ് ആണ്, ഇപ്പൊ P ഗ്രൂപ്പ് എലമെന്റ്സ്, അത് അതിനകത്ത് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിന്റെ സ്ട്രക്ചർ വെച്ചിട്ട് ടേബിൾ ഉണ്ടാകും. ഇന്ന ഓർബിറ്റിൽ ഇത്ര നമ്പർ ഉണ്ടെങ്കിൽ ഇന്നതാണ് അതിന്റെ സ്ട്രക്ചർ. സ്വന്തം ഒരു നോട്ട് ഉണ്ടാക്കും. ഓക്കെ, ഓരോ ചാപ്റ്റർ എടുത്തിട്ട് ആ ചാപ്റ്ററിന് ഒരു കളർ കോഡ് കൊടുക്കുക. പിങ്ക് കളർ കംപ്ലീറ്റ് മാർക്ക് ചെയ്യുക. അപ്പൊ അറിയാം, ഓ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതൊക്കെ പീരിയോഡിക് ടേബിൾ ഇവിടെയാണ്. അത് ഫുൾ ബൈഹാർട്ട് പഠിക്കും. നിങ്ങളിപ്പോ ഒരു 30 എലമെന്റ്സിന്റെ പേര് പഠിക്കണമെന്ന് പറയാൻ പറ്റുമോ? നോൺ സ്റ്റോപ്പ് ആയിട്ട് നിർത്താതെ പറയാൻ പറ്റുമോ? പറ്റുമോ? നിങ്ങളെ 30 എലമെന്റ്സ് നിർത്താതെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പറയുന്നവരാക്കാൻ 5 മിനിറ്റിന്റെ പണിയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. കുറെ ഗെയിംസ് എന്റെ കയ്യിലുണ്ട്. ആരാ പറയാ? കമീർ, ഗുഡ് ഗേൾ. നോൺ സ്റ്റോപ്പ് ആയിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് സ്റ്റേജിൽ വരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങള് ഒരു ബെഞ്ചില് ഫുൾ ആൾക്കാരുടെ പേര് ഇവിടെ ചോദിച്ചു പഠിക്കുകയത്. അത്ര ഈ 2ാമത്തെ വർഷമായിട്ട് ഞങ്ങളുടെ പേരറിയത്തില്ലായിരുന്നു. രാവിലെ ചോദിച്ചത് ഉച്ചയായപ്പോൾ വീണ്ടും ചോദിച്ചു. അങ്ങനെ തന്നെയല്ലേ പേര്, ആളുടെ പേരെന്നാന്ന് ചോദിച്ചു പഠിക്കുകയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച. ഈ 12ാം ക്ലാസ്സിൽ
നല്ലോണം പഠിക്കുമോ? ഇവിടെ IAS ആക്കട്ടെ ഞാൻ. പറഞ്ഞാൽ 5 പേര് കൂടി സംസാരിച്ചാൽ അത് എത്ര പഠിക്കും? 20 പഠിക്കും. 20 പഠിക്കും. ഇതൊരു എക്സസൈസ് ആയിട്ട് കണ്ണൂര് ഓഗസ്റ്റ് 8-ാം തീയതി നമ്മുടെ ക്ലാസ് 9 തൊട്ടേ 9-ാം തീയതി പഠിച്ചു. പിറ്റേ ദിവസം ഒരു കുട്ടി വന്നിട്ട് സാർ ഞാൻ 100 പഠിച്ചു വെക്കും. ഇന്നലെ ആ കുട്ടിക്ക് എത്ര അറിയാം? 5. ഒറ്റ ദിവസം കൊണ്ട് 95 രാജ്യങ്ങളിൽ പഠിച്ചു. എത്ര പിള്ളേരെന്നറിയുമ്പോൾ എല്ലാവരും ഫുൾ പഠിച്ചു. ഈ പഠിക്കാനുള്ള കഴിവ് നല്ലപോലെ യൂസ് ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏത് കോമ്പറ്റേറ്റീവ് എക്സാം മനസ്സിലായോ? ഇവിടെ നല്ല പോലെ വായിക്കണം, നല്ല പോലെ പഠിക്കണം. എവിടെ വിടുന്നത്? നടുവില്ല. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് എന്റെ കൂടെ പോകും. ഓക്കെ, ആ പോകുന്ന വഴിക്ക് തന്നെ കുറെ രാജ്യങ്ങളും ക്യാപിറ്റൽസും പഠിച്ചത്. ഫൈൻ, ഞാനല്ല പഠിക്കാം, ഞാൻ ഡയറി എന്റെ കുറെ കുട്ടികളുണ്ട്, അവർക്ക് ഞാൻ ഡയറി ചെയ്ത് ഫോണിൽ പറഞ്ഞു തരാറുണ്ട്. നോക്കാലോ, ഒരു 10 കുട്ടികളോട് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോണെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? നടുവിൽ ആരുടെ പോണം? എവിടെയാ വീട്? ഗവൺമെന്റ് ആശുപത്രിയുടെ ഓപ്പോസിറ്റ് മുന്നീട് വിട്ടെടുത്ത അതെന്റെ വിളകിടമാണ്. അറിയാം, അവിടെ എല്ലാം ബന്ധുക്കളാണ്. അവിടെ മിക്കവാറും എല്ലാവരും ബന്ധുക്കളാണ്. പക്ഷെ എന്റെ പോക്കറ്റ് മണി നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ എനിക്ക് കിട്ടിയത് ബാബരാജിന്റെ പോക്കറ്റിൽ നിന്നാണ്. എന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം എനിക്ക് ആവശ്യമുള്ള കാശ് പോയിട്ട് എടുക്കാറുള്ളത് അവിടെയുള്ള അച്ഛന്റെ കൂടെ ഏറ്റവും കൂടുതൽ കൃഷിയിൽ സ്ഥലം ഉണ്ടായിരുന്ന ഒരു ബാബരാജിയാണ്. അവരുടെ വീട്ടിൽ നേരെ അകത്ത് കയറി പോക്കറ്റിന് കാശ് എടുക്കാൻ ആദ്യം അത് പുറത്തേക്കുണ്ടാവും. പക്ഷെ അകത്ത് ഷട്ടിൽ പോയിട്ട് നേരെ ആവശ്യമുള്ള കാശ് എടുത്തിട്ട് ഞാൻ പോകും. അതായത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അത് കുറേ ആൾക്കാരുണ്ട് നാട്ടിലെ നടുവിൽ. അതിന്റെ അറിവ് അവർക്ക് തന്നെ ഒന്ന് ചോദിച്ചു നോക്കണം. എന്നെ പരിചയമുണ്ടാവില്ല. നടുവില് ബാലകൃഷ്ണൻ മാഷ് ഡൈനാണ്. ബാലകൃഷ്ണൻ മാഷാണ് ഇവിടുത്തെ സ്കൂൾ ഹെഡ് മാഷ്. ബാലകൃഷ്ണൻ മാഷിന്റെ സ്റ്റുഡന്റ് ഞാൻ ഇവിടെ നടുവിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. കുറേ പേര് നടുവിൽ സ്കൂളിൽ പഠിച്ച നടുവിൽ സ്കൂളിൽ എല്ലാ മാഷന്മാരും മിക്കവാറും ആൾക്കാർക്ക് ബന്ധുക്കളാണ്. ഞങ്ങളുടെ സ്കൂളായതുകൊണ്ട് ഒരു ജോലി കിട്ടാത്തവർക്കൊക്കെ അവിടെ ജോലി കിട്ടും. ഇപ്പൊ സ്റ്റേജ് ഫിയറൊക്കെ മാറിയില്ലേ? മാറിയോ? ശരിക്കും മാറ്റണം. കുറച്ചുണ്ടാവും, കുറച്ച് സ്റ്റേജ് ഫിയർ ഉണ്ടാവും. ശരി, ഉണ്ടോ ഇല്ലയോ? കണ്ണൂർ ഇതിനാണ് ഒരു കുട്ടി ഉണ്ടായിരുന്നു ഇതേപോലെ 12-ാം ക്ലാസ്. ആ കുട്ടിയുടെ സ്റ്റേജ് ഫിയർ attitude is the first thing you are. There are 3 things which makes you to become operational. Performance P is equal to attitude plus skill plus opportunity. ഈ 3 സംഭവം വേണം. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ you should have attitude. Attitude എന്ന് പറയുന്നത് എനിക്ക് സ്വിമ്മിങ്ങിനോട് താല്പര്യം ഉണ്ടാകണം, അതാണ് എന്റെ ആറ്റിറ്റ്യൂഡ്. സ്വിമ്മിങ്ങിനോട് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വളർത്തിച്ചാൽ എന്തൊരു മുങ്ങി ചത്തു. അപ്പൊ സ്കിൽ ഉണ്ടാവണം. എന്തുണ്ടാവണം? നീന്താനുള്ള കഴിവുണ്ടാവണം. നീന്താനുള്ള കഴിവുണ്ട്, ഇഷ്ടമുണ്ട്. പക്ഷെ സ്വിമ്മിംഗ് പൂളിലേക്ക് എന്ത് ചെയ്യും? സ്വിം ചെയ്യാൻ പറ്റും. അപ്പൊ ആറ്റിറ്റ്യൂഡ് മാത്രമല്ല വേണ്ടത്, ആറ്റിറ്റ്യൂഡിന്റെ കൂടെ സ്കിൽ ഉണ്ടാക്കിയെടുക്കണം. താല്പര്യം ഉണ്ടെങ്കിൽ സ്കിൽ ഉണ്ടാക്കിയെടുക്കും. നല്ല സ്വിമ്മിങ്ങിന് താല്പര്യമുള്ളവർ എന്ത് ചെയ്യും? സ്വിമ്മിംഗ് പൂൾ എവിടെയെങ്കിലും തപ്പിക്കണ്ടുപിടിക്കും. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള പോയിന്റ് ആണ് ഇയാൾ പറഞ്ഞത്. എന്താണത്? ആറ്റിറ്റ്യൂഡ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഈസ് ആറ്റിറ്റ്യൂഡ്. വണ്ടർഫുൾ, ഗുഡ് ബോയ്. കോംപ്രഹെൻഷൻ. കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ പാരഫ്രൈസിംഗ് അറിയാം.
ഞാൻ പഠിച്ച സംഭവം വേറെ എന്റെ വാക്കിലാക്കിയിട്ട് വേറെ ആൾ പറഞ്ഞു കൊടുക്കുക. പാരഫ്രൈസിംഗ് ഈസ് വാട്ട് ഈസ് ലേൺ. ഗുഡ് ഗുഡ്. സർ, സാറ് പറഞ്ഞില്ലേ 5 റോൾസ് എഴുതാനായിട്ട് പറഞ്ഞില്ലേ? അപ്പൊ എഴുതി. ഞങ്ങളുടെ മകനാണ്, നല്ലൊരു വിദ്യാർത്ഥിയാണ്. നല്ലതല്ല, വിദ്യാർത്ഥിയാണ്, ഒരു സുഹൃത്താണ്, ഒരു സഹോദരനാണ്. അങ്ങനെ എഴുതി. അപ്പൊ എനിക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം വളരെ കുറവായിരുന്നു. ഞാൻ ടീച്ചേഴ്സ് എനിക്ക് 72 കിട്ടിയോ? പാരന്റ്സ് 72. ഇന്നത്തെ 72 കിട്ടുന്നതായിരിക്കും. കിട്ടി. നമ്പർ സിസ്റ്റത്തില് 72 എന്നുള്ള നമ്പറേ പോലെ അറിയുള്ളൂ. എന്റെ ടീച്ചേഴ്സ് തന്നെ പാരന്റ്സ് എല്ലാം ഇനി ഒരു കാര്യം ചെയ്യണം, ഇത് പോയിട്ട് അമ്മയോട് ചോദിക്കണം, അമ്മ എനിക്ക് എത്ര മാർക്ക് തരും, അച്ഛൻ എത്ര മാർക്ക് തരും ചോദിക്കണം. ഇതിന് വേറൊരു പരിപാടി വേണം. അച്ഛനോടും അമ്മയോടും അവരുടെ റോഡ് എഴുതാൻ പറയും. അപ്പൊ അമ്മ എന്ത് എഴുതും? വൈഫ്. അമ്മ അവരുടെ പാരന്റ്സിന്റെ മകളാണ്, ഇയാളുടെ അമ്മയാണ്. അവരോടും ചോദിക്കാം, അമ്മ എന്നുള്ളതിൽ അമ്മക്ക് എത്ര മാർക്ക് കൊടുക്കും, നിങ്ങൾ അമ്മക്ക് എത്ര മാർക്ക് കൊടുക്കും? How much mark you will give to your mother? എത്ര മാർക്ക് കൊടുക്കും? ആലോചിക്കാനുള്ളതൊക്കെ നല്ലതല്ലേ? 92% കുറവ്. അച്ഛൻ എത്ര മാർക്ക് കൊടുക്കും? 99. ഓക്കെ. ഇനി അച്ഛനും അമ്മയ്ക്കും ഇത്രയും മാർക്ക് കൊടുക്കുന്നുണ്ട്. ഇനി അച്ഛനോട് ചോദിക്കാം, അച്ഛൻ വൈഫിന് എത്ര മാർക്ക് കൊടുക്കും? അമ്മയോട് ചോദിക്കാം, ഹസ്ബൻഡിന് എത്ര മാർക്ക് കൊടുക്കും? അപ്പൊ ഇന്ന് വൈകുന്നേരം പോയാൽ കഴിക്കാനുള്ള കളി മനസ്സിലായല്ലോ വീട്ടിൽ. ഇതൊക്കെ ചെയ്യുമ്പോൾ അച്ഛനൊരു ബോധം വരും, ഞാൻ നല്ലൊരു അച്ഛനാണ്, പക്ഷെ ഞാൻ നല്ല ഹസ്ബൻഡ് ആണോ? ഇനി ഒന്ന് നന്നാവണം നമുക്ക് തോന്നും. മനസ്സിലായോ? അപ്പൊ വീട് ആകെ നന്നാക്കാൻ ആർക്ക് പറ്റും? ഒരു ഡോക്ടർ ആണെന്ന് പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ ഐ വിൽ സേ യു ആർ നോട്ട് ഗുഡ്. കാരണം അത് കഴിഞ്ഞ സ്പെഷ്യലൈസേഷൻ കൂടി പറയുമ്പോഴാണ് എനിക്ക് മസാല ദോശ കഴിക്കണമെന്നാ ഇഷ്ടം. അടുത്ത ചോദ്യം, ഏത് ഹോട്ടലിലാണ് പോകേണ്ടത് ആണോ അറിയോ? അപ്പൊ എവിടെ പോയി? കൊച്ചിയിൽ അമൃതയല്ലോ, പ്രൈവറ്റ് ആണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കൊച്ചിയിലില്ല. ആലപ്പുഴയാണുള്ളത്, തൃശ്ശൂരാണുള്ളത്, കോഴിക്കോടാണുള്ളത്. ഇതൊന്നും ആഗ്രഹമായിട്ട് വെക്കരുത്. കാരണം ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് AFMC ആണ്, ആർമഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ്. അതിൽ പഠിച്ചു കഴിഞ്ഞാൽ MBBS കഴിയുമ്പോഴത്തേക്കും പിന്നെ സ്പെഷ്യലൈസേഷൻ നിങ്ങൾ പോകണമെന്നില്ല, അവരയച്ചു കൊടുക്കും. MBBS കഴിയുമ്പോഴത്തേക്കും ഏകദേശം നല്ല റാങ്കിലുള്ള ഒരു ജോലി കിട്ടും. മനസ്സിലായോ? യൂണിഫോമിൽ ഡോക്ടറായിട്ടുള്ളത്. ഇന്ത്യയിൽ എവിടെയും പോവാം. എബ്രോഡിൽ ചുരുങ്ങിയത് 10 രാജ്യങ്ങളിലേക്ക് അയക്കും. അണ്ടർസ്റ്റുഡ്? ലൈഫ് സെക്യൂർഡ് ആയി. രണ്ടാമത്തെ ഓപ്ഷൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, എയിംസ് ആണ്. എയിംസ് ഇപ്പൊ ഡൽഹിയിൽ മാത്രമേ ഉള്ളൂ. അടുത്ത വർഷം ചുരുങ്ങിയത് 5 സ്ഥലത്തെങ്കിലും തുടങ്ങും. ഇതാണ് അടുത്തത്. ഇതും കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ജിഗ്മർ ആണ്. പിന്നെ പോണ്ടിച്ചേരി മെഡിക്കൽ കോളേജ്. ഇതൊക്കെ ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകളിൽ പോകാം. ആലപ്പുഴ മെഡിക്കൽ കോളേജൊക്കെ ഒരു കാലത്ത് ഹോസ്പിറ്റലായിരുന്നു. ആ ഹോസ്പിറ്റൽ മാറ്റിയിട്ട് മെഡിക്കൽ കോളേജിൽ കൊടുക്കുകയായിരുന്നു. അല്ലാതെ വലിയ മാറ്റം ഉണ്ടായിരുന്നു. റിപ്പീറ്റ് മഞ്ഞേരി നാരായണ നമ്പ്യാരെ അറിയാമെന്ന് ചോദിക്കണം.
കുട്ടികൾ പറയുന്നതല്ലെന്ന് റിപ്പീറ്റ് എന്റെ അമ്മയുടെ പേര് ജാനകി എന്നാണ്. അപ്പൊ അവിടെയുള്ള ഒരുവിധം എല്ലാവർക്കും ഒരു നേരമെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും എന്റെ അമ്മ. ഓക്കെ, ഒന്ന് ചോദിച്ചു നോക്കാൻ. MC കളപ്പൻ നമ്പ്യാരെ അറിയോ? അദ്ദേഹമാണ് എന്റെ അമ്മയുടെ അച്ഛൻ. അദ്ദേഹമാണ് ആ ക്ഷേത്രം ഉണ്ടാക്കിയത്. ഓക്കെ, എന്റെ കാർഡ് തരാം. യു മസ്റ്റ് ആസ്ക് യുവർ ഫാദർ. എന്താ പേര്? മാധവൻ നായർ. ഇപ്പൊ ഇവിടുന്ന് പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലുള്ള വളരെ അടുത്തുണ്ട സ്കൂളുണ്ട്. എനിക്ക് അറിയാം. അവരുടെ മക്കൾക്ക് എന്നെ അറിയുമെന്ന് അറിയില്ല. അവരുടെ അവിടെ വെച്ചാൽ അവരുടെ മക്കൾക്ക് എന്നെ അറിയുമെന്ന് അറിയില്ല. പക്ഷെ മാധവൻ നായരുടെ സമയത്ത് എനിക്ക് അറിയാം. കേരള ഒന്നും കൂടി ചേർക്കണം മുമ്പിൽ. വേണോ വേണ്ടിയോ? അപ്പൊ അസാറിന്റെ മുമ്പിൽ കേരള ചേർന്നെന്താവും? എന്നിട്ട് എന്താ ചെയ്യുന്നത്? എന്നിട്ട് എന്താ കാണാൻ ഇന്റർനെറ്റില്? എന്നിട്ടോ ഏത് സിനിമ നടന്റെ പിക്ചറാണ് എന്റെ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്? ഏതാ മാറ്റി? ഈ ഒരു കാര്യം ചെയ്യണം. അവിടെ പോയിട്ട് ഡോക്ടർ TP ശശികുമാർ, അതിന്റെ ഷോർട്ട് ഫോം ആണ് DRTPS. അത് ടൈപ്പ് ചെയ്യും. പിന്നെ ചെയ്യേണ്ടത് യൂട്യൂബിൽ പോകണം. ഡോക്ടർ TPS കളിക്കാം. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ സംഭവം യൂട്യൂബിൽ വരും. മനസ്സിലായോ? ഓക്കെ, അത് കാണും. പിന്നെ കുറെ ഗ്രൂപ്പുകളുണ്ട് ഫേസ്ബുക്കിൽ. എന്റെ ഗ്രൂപ്പാണ് LIFE. ഇത് റിവേഴ്സ് എഴുതിയാൽ EFIL എന്നാണ്. EFIL എന്ന് പറഞ്ഞാൽ ഏകലവ്യ ഫോർ ഫ്യൂച്ചർ ഇന്ത്യ ലീഡർഷിപ്പ് എന്നാണ്. സിവിൽ ആസ്പിരൻസ് ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പില് ഓരോ കുട്ടികളും പഠിച്ച വിഷയങ്ങൾ അതിനകത്ത് കമന്റ്സ് ആയിട്ട് എഴുതും. അപ്പൊ നിങ്ങളുടെ പാഠം ഇന്നിട്ടാൽ നിങ്ങൾ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള എന്റെ സ്റ്റുഡന്റ് ആണെങ്കിൽ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? നാളെ അതിനിടയിൽ താഴെ എന്തൊക്കെയാണ് പഠിച്ചത് എന്നത്. എന്റെ ബുക്കും പോയട്രിയും ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ലൈഫ് ഓഫ് ലവ് എന്ന എന്റെ പോയട്രി ബുക്ക് ഉണ്ട്. ലൈഫ് മെയ്ഡ് സിമ്പിൾ. എന്റെ വെബ്സൈറ്റ് www. സമയമെങ്കിലും അത് അർത്ഥവത്തമായിട്ട് യൂസ് ചെയ്യാറാണ്. സമയം ബസ്സിലാണ്. നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ അറിയോ? അയാൾക്ക് കുറേ സമയമുള്ള കുറെ കാര്യങ്ങൾ ചെയ്യും. കുറെ വായിക്കാൻ സമയമുണ്ട്. എന്തൊക്കെ ജോലികളുണ്ട് ഇല്ലേ? അത്രയും തിരക്കുണ്ടോ നമുക്ക്? നമ്മുടെയൊക്കെ ധാരണ നമുക്ക് സമയമില്ല എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണ്? കുറേ ജനങ്ങളുണ്ട്. ഞാൻ പണ്ട് ആന്ധ്രാപ്രദേശ് ചീഫ് മിനിസ്റ്ററെ കാണാൻ വേണ്ടിയിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ച സമയത്ത് ആൾ പറഞ്ഞത് രാവിലെ 2:30 വരാണ്. അപ്പൊ ചീഫ് മിനിസ്റ്ററെ കാണാൻ പോകുന്ന സമയപ്പോഴാണ് രാവിലെ 2:30. അപ്പൊ അയാൾ എത്ര മണിക്കാ ഉറങ്ങുക, എത്ര മണിക്ക് എഴുന്നേൽക്കുമെന്ന് ആലോചിക്കണം. അപ്പൊ ഇങ്ങനെ പണിയെടുക്കുന്ന കുറെ പേരുണ്ട് ഈ ലോകം. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? സുഖമായിട്ട് ഉറങ്ങല്ല വേണ്ടത്, സുഖമായിട്ട് പഠിക്കാം. ഓക്കെ, LIFE ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ലിവ് ഇൻ ഫുൾ എൻജോയ്. എന്താണ് LIFE? കുട്ടികൾക്ക് ലൈഫ് ശരിക്കും എൻജോയ് ചെയ്താൽ പഠിക്കാൻ ഇഷ്ടം പോലെ സമയം. ഞാൻ തിരിച്ചറിഞ്ഞ ഏറ്റവും വലിയ സത്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജീവിതത്തിൽ ഇന്നലെ വരെ ഒന്നും ആയിട്ടില്ല. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും നല്ല ബേസ് ആണ് ഇന്ന് ഞങ്ങൾക്ക് തന്ന ക്ലാസ്. പിന്നെ എനിക്ക് പിന്നെ ഇതുപോലെ തന്നെ ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഇതുവരെ സ്റ്റേജിന് മുമ്പിൽ നിന്നിട്ടില്ല. പിന്നെ ഒരിക്കൽ ഞാൻ ഇതുപോലെ ഒരിക്കൽ നിന്നു. പക്ഷെ എന്ന് ഞാൻ 51 തവണ ചെയ്യുന്ന നന്മ നിറഞ്ഞ പറയുമ്പോൾ എന്റെ ഞാൻ മറന്നുപോയി എന്തായിരുന്നു സത്യം. അതാണ് എനിക്ക് വളരെ ഒരു സങ്കടമായിപ്പോയി. ഞാൻ ശരിക്കും എന്തോ ഒരു 0 ആയിപ്പോയി എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇപ്പൊ എനിക്ക് അപ്പൊ തന്നെ കുഴപ്പമെന്ന് വെച്ചാൽ എനിക്കറിയില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നലായിട്ട് എനിക്ക്.
ഇന്നത്തെ സാറിന്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സാധിച്ചത് രണ്ട് സംഖ്യകളാണ് അതിന്റെ തുക ഞാൻ ഇതിനു ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ പക്ഷെ ഇന്ന് സാറ് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പൊ ഇനി എന്ത് ചെയ്യും? 84 into എന്ന് ചോദിച്ചാൽ 83 into അല്ലെങ്കിൽ 84 into 76 എന്ന് ചോദിച്ചാൽ 80 minus 84 നോക്കാം. ഓക്കെ, പക്ഷെ 84 പകരം 83 into 76 വെച്ചാൽ എന്ത് ചെയ്യും? ആദ്യം 84 into 76 ചെയ്യാം. അപ്പൊ ഒരു 76 എക്സ്ട്രാ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ? അതിനർത്ഥം 76 മൈനസ്. ഇതാണ് ലോജിക്കൽ ആയിട്ട് ചെയ്യുന്നത് അല്ലേ? ഈ സാധനം ഇങ്ങനെയാക്കിയത് അതിന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഇങ്ങനെ നിൽക്കാനാണ്. നമ്മുടെ ഒരു പരീക്ഷയ്ക്ക് തരാകുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്നാണ്. നമ്മൾ അതിനുവേണ്ടി നമ്മൾ എത്ര നല്ല ടെക്നിക്ക് യൂസ് ചെയ്യണം. നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് നല്ല മെച്ചമൊക്കെ ഇടണം. പിന്നെ യൂസ് ചെയ്താൽ നമുക്ക് കൂടുതൽ മാർക്ക് ഒരു നല്ല സ്റ്റുഡന്റിന് വേണ്ടത് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. കുഴപ്പമില്ല, നല്ല ഹാൻഡ് റൈറ്റിംഗ്. ഇങ്ങനെ സ്റ്റൈലൊക്കെ എഴുതുന്നുള്ളതാണ്. എന്താ പേര്? അജയ്. അജയ് മലയാളത്തിൽ അന്നേരം എന്റെ ലഞ്ച് ബോക്സില് എന്റെ ലഞ്ച് ഇതാക്കുകയായിരുന്നു. ഞാൻ ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോ വീട്ടില് അമ്മയെ കുക്കിംഗ് സഹായിക്കാറുണ്ട്. എന്റെ ഇപ്പൊ ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് ക്ലാസ് എടുക്കുന്നത്. ആ ഹോട്ടൽ മാനേജ്മെന്റ് ക്ലാസ് എടുക്കുമ്പോ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാൻ ചോദിച്ചാൽ ചെമ്മീൻ ഉപ്പുള്ളി കാന്താരി മാങ്ങ തേങ്ങ ഇങ്ങനെ ശ്ലോകങ്ങളായിട്ടാണ് അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. അടുക്കളയിൽ കൂടെ സഹായിക്കുമ്പോഴുള്ള ഗുണം ശരിക്കും പല കുശിനെ പഠിക്കും ആൾക്കാരുടെ കൂടെ പോയിട്ട് ജോലി ചെയ്യും. അതുകൊണ്ട് എല്ലാ മക്കളും ചെയ്യേണ്ട ഒരു കാര്യമാണ്. IAS പഠിക്കാൻ വരുന്ന എന്റെ കുട്ടികളെ ഇൻഫോസിസിൽ മാനേജറായിരിക്കും. ആദ്യം അവരോട് പറയാ എനിക്ക് ചായ ഉണ്ടാക്കണം. അപ്പൊ അവരൊക്കെ പിന്നെ സിറ്റികളിൽ വളർന്നിട്ടുള്ള സ്റ്റൈലുള്ളതാണ്. അവരൊക്കെ അത് മാറ്റിയിട്ട് ഈസി ആയിട്ട് പഠിച്ചു. അതുകൊണ്ട് അമ്മയിൽ നിന്ന് 100 മാർക്ക് കിട്ടാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? എന്താ പോകേണ്ട പേര്? അമൃത ആരാവണം? അമൃതമാവണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? നാളെയല്ല, ഇന്ന് മുതലേ സഹായം. മനസ്സിലായോ? ശരിക്കും എല്ലാ ജോലിയും ചെയ്യണം. പാത്രം കഴുകുക, ക്ലീനാക്കി സൂക്ഷിച്ചെടുക്കുക. ഞാൻ ഡൽഹിയിലും കാലിക്കറ്റിലും ഒക്കെ പഠിക്കുമ്പോഴും ഇപ്പൊ ഞാൻ നടുവിൽ താമസിക്കുമ്പോഴും എന്റെ വീട്ടില് ഞാൻ എന്റെ ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കും. ഇവിടെ കണ്ടു
എവിടെ കുറേ അങ്ങനെ പോകാം. അപ്പൊ എല്ലാ മലയുടെ മുകളിലും ആൾക്കാരുണ്ട് ഇവിടെ, ഇങ്ങനെ ഒഴുകി ഒഴുകി വരികയാണ്. നമ്മൾ പഠിച്ച കാര്യം ജീവിതത്തിൽ പ്രായോഗികമാക്കിയത് ഒരു അപ്രോച്ച് ഇപ്പം ഈ ക്ലാസ് കേട്ട മനസ്സിലായി. വിവേകാനന്ദൻ പറഞ്ഞത് എഡ്യൂക്കേഷൻ ഇസ് മാൻ മേക്കിംഗ് എന്നാണ്. ഒരു മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ പണി. എന്തിനാ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഹാര നിദ്ര ഭയ മൈഥുനാനി സമാനി ചൈതാനി നൃണാം പശൂന. ആഹാരം നിദ്ര ഭയം മൈഥുനം ഇതെല്ലാ പശുക്കൾക്കും മൃഗങ്ങൾക്കും ഉണ്ട്. ജ്ഞാനം നരാണാം അധികോ വിശേഷോ. നോളജ് ഈസ് എക്സ്ട്രാ ടു ഹ്യൂമൻ ബീയിങ്. ജ്ഞാനേഭിഹീന പശുവിൻ സമാന. പഠിക്കാത്തവന് ഒരു മൃഗത്തിന്റെ വിലയേ ഉള്ളൂ. അപ്പൊ ശരിക്കും പഠിക്കുന്നവനാണ് മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പഠനം കൊണ്ടുള്ള ലക്ഷ്യം. ഇയാൾ പറയുന്നതേ ഉള്ളൂ, ഇയാളെ പോലെ പേടിയുള്ള കുറേ പേരുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞത് വാട്ട് യു ഷുഡ് ഡു. എല്ലാ ദിവസവും ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ആൾക്കാര് എന്ത് ചെയ്യണം? എക്സാം ഹാളിൽ ഇരുന്ന് എക്സാം എഴുതുന്നത് പോലെ 3 മണിക്കൂർ വീട്ടിലിരുന്ന് എഴുതണം. ഇതറിയാം എന്ന് പറഞ്ഞ് കുറച്ച് സമയം പോലെ അമ്മയോട് പറയാം, ഇന്ന് ഞാൻ 7 മണി മുതൽ 10 മണി വരെ എക്സാം എഴുതാം, 7 മണി മുതൽ 9 മണി വരെ എഴുതാം. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. ഏത് വിഷയം പഠിക്കണമോ? സയൻസ് ആണ്. ഏത് വിഷയമാണോ ആ വിഷയം എടുക്കുക. ഒരു സബ്ജക്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ എക്സാമിനേഷൻ എഴുതുന്ന അതേ മൂഡിൽ ഇരുന്നിട്ട് എഴുതണം. ആ ആൻസർ ഷീറ്റ് ഫ്രണ്ട്സിന് കൊടുക്കും. അതുപോലെ ഫ്രണ്ട്സിനോട് എഴുതാൻ പറയും. ഫ്രണ്ട്സിന്റെ അടുത്തും ആൻസർ ഷീറ്റ് പഠിക്കുക. എന്നിട്ട് അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലോണം പഠിക്കുന്ന കുട്ടി എങ്ങനെയാണ് എഴുതിയതെന്ന് വായിക്കാൻ പറ്റും. അത് അയവനവനാണെങ്കിലും കുറച്ചെങ്കിലും ഒരു ആൻസർ എങ്കിലും എന്നിൽ നിന്നും വ്യത്യസ്തമായിട്ട് എഴുതിയ വേറൊരാളാണ്. അങ്ങനെ ഒരു 4-5 പ്രാവശ്യം പഠിക്കുമ്പോഴത്തേക്കും എല്ലാ വിഷയങ്ങളിലും നല്ലപോലെ ആൻസർ എഴുതാൻ പറ്റും. അങ്ങനെ ശീലിച്ചാൽ പിന്നെ എക്സാം എന്ന് പറയുന്ന ഒരു ഫീവർ ഉണ്ടാവും, അതൊരു പ്രശ്നം ഉണ്ടാവും. കാരണം ആദ്യമായിട്ട് സൈക്കിൾ ഓടുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. കുറേ പ്രാവശ്യം സൈക്കിൾ ഓടിച്ചാലും ഉണ്ടാവില്ല. സമയം ഇതേപോലെ ക്രമപ്പെടുത്തി പഠിക്കും. ഓക്കെ, നല്ല പോലെ എക്സാം കുറേ എഴുതാം. ഇനി ഫിയർ ഒന്നും വേണം. ഓക്കെ, എപ്പോ വേണമെങ്കിലും എന്നെ വിളിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും BDSന് പഠിക്കുന്ന ഒരു പയ്യൻ എക്സാമിനേഷൻ ടെൻഷൻ അടിച്ചിട്ട് തോറ്റു പോകുമെന്ന് ഉറപ്പിച്ച് ഫസ്റ്റ് എക്സാമിനേഷൻ കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. സെക്കൻഡ് എക്സാമിനേഷൻ ആണ് ഇന്റർനെറ്റുമായിട്ടാണ് എനിക്ക് കോണ്ടാക്ട് നടന്നത്, എന്നെ വിളിച്ചത്. അവൻ 15 മാർക്കിൽ താഴെ 12 മാർക്ക് കണ്ടാക്കില്ലേ, 60-ൽ 12 മാർക്ക് കിട്ടി. അപ്പൊ അവളുടെ സിസ്റ്റർ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടായിരുന്നു. തോക്കാൻ വേറെ കാരണമില്ല, ടെൻഷൻ അടിച്ച് തോറ്റു പോയത്. ആ ടെൻഷൻ എക്സാം കഴിഞ്ഞ് രണ്ടാമത് സേ എക്സാം എഴുതാൻ പറഞ്ഞപ്പോഴും പറഞ്ഞു എനിക്ക് ധൈര്യമില്ല, ഞാൻ എന്തായാലും തോന്നി, ഞാൻ എഴുതാൻ പോകണ്ടേ. അങ്ങനെയാണ് എന്റെ അടുത്ത് വിളിച്ചുകൊണ്ടത്. അമ്മയും അച്ഛനും അവളുടെ സിസ്റ്ററും അവളുടെ കൂടി എന്റെ വീട്ടിൽ നടുവിലാണ് വന്നത് രാവിലെ. അപ്പൊ എന്നെ കാണുമ്പോഴേക്കുണ്ട് ഈ ഒരു കൊല്ലം മാഷന്മാരെ പഠിപ്പിച്ചോന്ന് പഠിക്കാൻ ഈ സാറിന്റെ അടുത്ത് 10 മിനിറ്റ് സംസാരിച്ചുകൊണ്ട് ഞാൻ പാസ്സാവും തോന്നുന്നുണ്ടോ? ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് സംസാരിക്കണമെന്ന് തോന്നിയില്ല. പക്ഷെ എന്തായാലും തലശ്ശേരിയിൽ നിന്ന് വിളിച്ചുകൊണ്ടതാണ്. 4 പേര് തലശ്ശേരിയിൽ നിന്ന് വന്നതാണ്. പിന്നെ അവരുടെ സിസ്റ്റർ IAS സ്റ്റുഡന്റ് ആണ്. അപ്പൊ കുറച്ച് നല്ലോണം പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണ്. അപ്പൊ ഈ മോൾ എങ്ങനെ മോശമാവും? ഒരു ചാപ്റ്റർ ഞാൻ പഠിപ്പിക്കാം, അത് കഴിഞ്ഞിട്ട് അത് തിരിച്ചെടുത്ത് പറയാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ബാക്കി എങ്ങനെ പഠിക്കേണ്ടത് പറഞ്ഞതാണ്. ഒരു ചാപ്റ്റർ ബുക്കുകൊണ്ടുണ്ടായിരുന്നു, ഒരു ചാപ്റ്റർ പറഞ്ഞു. അത് ഉത്തരം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് 60-ൽ 54 മാർക്ക് കിട്ടും. ഇങ്ങനെ പറഞ്ഞു, 60-ൽ 54 മാർക്ക് കിട്ടും. ഇനി ഞാൻ പഠിപ്പിക്കണം, എനിക്കൊന്നും പഠിക്കാൻ പറ്റും. ആകെ മാറ്റിക്കൊടുത്തത് പഠിക്കാൻ പറ്റില്ല എന്ന് ഫിയർ മാറ്റിക്കൊടുത്തു. മനസ്സിലായോ? ഒരു ചാപ്റ്റർ ഞാൻ പഠിപ്പിച്ചത് തിരിച്ചു പറയാൻ പറ്റുമെങ്കിൽ പഠിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട്, അറിവില്ലെന്ന് അർത്ഥം. ആ കുട്ടിയുടെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും അവർക്ക് വന്ന മാർക്ക് 54 മാർക്കാണ്. നിങ്ങൾക്ക് ഇപ്പോഴും കാണാം എന്റെ അടുത്ത് എനിക്ക് തോന്നുന്നു ചുരുങ്ങിയത് കുറേ മെസ്സേജ് വന്നിട്ടുണ്ടാവും. എല്ലാ ദിവസവും മെസ്സേജ് വരും. ഒരു ദിവസം എല്ലാ രാജ്യത്തിന്റെയും ക്യാപിറ്റൽസ് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള തിരിച്ചു വിളിക്കുള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ അത് പഠിച്ചു, ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? ഓരോ ദിവസവും അസൈൻമെന്റ് കൊടുക്കണം. എന്താ ചെയ്യേണ്ടത് നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, വളരെ നോർമൽ നാച്ചുറൽ ആയിട്ട് കുട്ടിയാണ്. പിന്നെ അത് വന്നു കണ്ണൂർ ക്ലാസ് എന്റെ ഭാഗത്ത് എവിടെയെങ്കിലും ക്ലാസ്സുകളിൽ അവിടെ നല്ല ബ്രൈറ്റസ്റ്റ് സ്റ്റുഡന്റ് ആയിട്ട് മാറും. എല്ലാ ദിവസവും പത്രം വായിക്കും, നല്ല പോലെ ജനറൽ നോളജിന്റെ ഇപ്പൊ ഒരു ഓർഡിനറി സ്റ്റുഡന്റ് ആയിട്ട് മാറി. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ആ ഒരു 10 മിനിറ്റ് കൊണ്ട് പഠിച്ചാൽ മനസ്സിലാവോ ഇല്ലയോ മനസ്സിൽ. അങ്ങനെ പഠിച്ചുന്ന കുട്ടികൾക്ക് ഭയം ഉണ്ടാവുന്ന കാര്യം, ഭയം കൊണ്ട് മാത്രം തോറ്റുന്ന കുട്ടികളുണ്ട്. അതുകൊണ്ടാണ്
നല്ല ബ്രൈറ്റ് ആണ്, ബ്രില്യന്റ് ആണ്, പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ ഭയം കൊണ്ട് തോറ്റു പോയത്. സോ ഡോണ്ട് വറി, നത്തിങ് ഈസ് ഗോയിങ് ടു. ഓക്കെ, അതുകൊണ്ട് കുറേ എക്സാംസ് എഴുതി പ്രാക്ടീസ്. ഓക്കെ, ഞാൻ വിചാരിച്ചു എല്ലാവരും നേഴ്സ് ആവണം, ഡോക്ടർ ആവണം എന്ന് പറയുന്നത് ഞാനൊരു പേഷ്യന്റ് ആവണം എന്ന് പറയാനാണ്. കാരണം അവർക്ക് വല്ല പണിയും കിട്ടുന്നുണ്ട് വേണ്ടേ? ആദ്യം ചെയ്യുന്നത് ചെറിയ ഷോർട്ട് ഫിലിം ഉണ്ടാക്കണം. അത് +2 കഴിഞ്ഞിട്ട് ഏതെങ്കിലും ജോലി കിട്ടുമ്പോഴേ ചെയ്യാം. ഓക്കെ, ഫിലിം ക്രിട്ടിക്കാണ് ഞാൻ, ഫിലിം ക്രിട്ടിക്കാണ്. അതുപോലെ ഫിലിമിലെ സ്റ്റോറീസ് എഴുതാറുണ്ട്, സ്റ്റോറീസ് കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്, ഡോക്യുമെന്ററീസ് ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാം. പക്ഷെ അതൊന്നല്ല എന്റെ വിഷയം. എന്റെ വിഷയം ബാക്കിയുള്ള സംഭവങ്ങളാണ്. അപ്പൊ ചെയ്യേണ്ടത് കുറെ മിനി ഫിലിംസ് ഉണ്ടാക്കി, ഷോർട്ട് ഫിലിംസ്. എന്റെ മകൻ തന്നെ പഠിക്കുമ്പോൾ 2-3 ഷോർട്ട് ഫിലിംസ് ഉണ്ടാക്കിയിട്ടുണ്ട്, 2 മക്കളും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഏതാ വിഷയം പഠിക്കുന്നു? കൊമേഴ്സാണ്. കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടുത്തെ കുറെ സിനിമകൾ, അതുപോലെ ഷോർട്ട് ഫിലിംസ്. എനിക്ക് തോന്നുന്നു എന്റെ യൂട്യൂബിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചാൽ നടുവിനെ കുറിച്ചുള്ള 5 സോങ് പ്രോഗ്രാംസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറിയൊരു ഡോക്യുമെന്ററി. ഞാനത് കോപ്പി ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു പ്രൊഫഷണലും അല്ലാത്ത ആൾക്കാരാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത്തരം ചെറിയ ക്യാമറകൾ ഉപയോഗിച്ച് ചെറിയ ഫിലിംസ് ഉണ്ടാക്കിയിട്ട് തുടങ്ങും. അതാണ് ഫിലിം ഇൻട്രസ്റ്റ് കാണിക്കാനുള്ള ഏറ്റവും നല്ല താല്പര്യം. പിന്നെ ഒരു ആക്ടറൊക്കെ ആവണമെങ്കിൽ കുറേ പണിയുണ്ട്, അത്ര എളുപ്പമല്ല. മനസ്സിലായോ? ഇഷ്ടംപോലെ കുറേ ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ കുറേ സ്റ്റൈലില് ഡിഫറെന്റ് പിക്ചേഴ്സ് എടുത്ത് പ്രസന്റ് ചെയ്ത് നാടകങ്ങളിലൊക്കെ മനക്കെട്ട് അഭിനയിച്ചിട്ടാണ് ആരാവാൻ പറ്റുക, ഫിലിം ആക്ടേഴ്സൊക്കെ ആവുന്നത്. ഇപ്പൊ കുറേ സ്റ്റേജസ് ഉണ്ട് TV ഷോസൊക്കെ, അതിലൊക്കെ ചാടിക്കുന്നതാണ്. അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ആൾക്കാർ ശ്രദ്ധിച്ചത്. ഓൾ ദി ബെസ്റ്റ്. ക്ലാസ് എടുക്കാൻ പോയത് MBA പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഞാൻ ക്ലാസ് എടുത്തോണ്ട് എന്തോ തമാശ പറഞ്ഞു. ഒരു മുസ്ലിം കുട്ടിയാണ്, മുമ്പിൽ ഇരിക്കുന്നു. ഞാൻ ശരിക്കും പറയുമ്പോൾ ചിരിക്കുന്നേ ഇല്ല ആ കുട്ടി. സീരിയസ് കുറച്ച് കുട്ടി ചിരിക്കാത്ത വളരെ തുടങ്ങി ചിരി. അപ്പൊ അതിങ്ങനെ ചിരിക്കുക, ഇങ്ങനെ ചിരിക്കുമായിരുന്നു. പിന്നെ അതിനെ നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ ലോകമാകെ പൊളിഞ്ഞല്ലേ. മുമ്പ് ബാലചന്ദ്രൻ ചൂണ്ടിക്കാണെന്ന് തൃശ്ശൂർ കേട്ടപ്പോ ഞങ്ങളിപ്പോ കവിത കാണാറില്ല. ഞാൻ കവിത എഴുതൊക്കെ നിർത്തി. കാരണം ഞാനിപ്പോ കവിത എഴുതിലേക്ക് കേരളത്തിൽ നടത്തുന്നില്ല. ഇപ്പോഴാണ് മനസ്സിലായത്. അല്ലേ, ഞാനൊരു കവിയാണ്. മലയാളവും ഇംഗ്ലീഷും ഒരേപോലെ എഴുതുന്നതാണ്. ജീവിതത്തില് എപ്പോഴും ഭയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാവില്ല. ഏതാ വിഷയം പഠിക്കുന്ന millions of sperms from the father get into the mother's egg and only one sperm take birth, and that is me. ആണോല്ലയോ? കോടാനുകോടി ബീജങ്ങള് അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്തുമ്പോ ഒരു ബീജത്തിന് മാത്രമേ ജന്മം കിട്ടുള്ളൂ. അങ്ങനെ പോയ കോടാനുകോടി സഹോദരി സഹോദരന്മാരുമായി മല്ലിട്ടിട്ടാണ് ഞാൻ ജനിക്കുന്നത്. My birth itself is a race for birth by raising out millions of my unborn brothers and sisters, and I am the winner. Who is the winner? I am the winner. Therefore, life itself is a race for birth. അതുകൊണ്ട് ജീവിതത്തിലെ മത്സരങ്ങളെ കുറിച്ചോ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ കിട്ടിയതുകൊണ്ടൊന്നും ഒരിക്കലും ഭയപ്പെടരുത്. ഞാൻ കുറേ തത്തേ കയറിയിട്ടുള്ള ആളാണ്. നാടകം എഴുതുക, അഭിനയിക്കുക, മിമിക്രി, മോണോ ആക്ട്, ഒരുവിധം എല്ലാ കളികളും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്നത്. ഇപ്പൊ
അതുകൊണ്ട് സമ്മാനം കിട്ടിയിട്ടില്ല എന്നുള്ളതല്ല. പക്ഷെ ഈ വിത്തൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും, എവിടെയെങ്കിലൊക്കെ ഉപയോഗിക്കണം. അതുകൊണ്ട് ഭയന്നും പാടില്ല. സ്റ്റേജിൽ കയറാത്തത് ബാക്കിയുള്ളവർക്കൊന്നും നഷ്ടമില്ല, ആർക്കേ നഷ്ടമുള്ളൂ, നഷ്ടമുള്ളൂ. അതുകൊണ്ട് സമ്മാനം കിട്ടാനല്ല നോക്കേണ്ടത്, എന്താ വേണ്ടത്? പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഞാൻ വിദ്യാർത്ഥിയാണ് വിചാരിച്ചപ്പോൾ പ്ലസ് 1 പ്ലസ് 2 ഞാൻ ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിരുന്നു. ഞാൻ പ്ലസ് 1 പ്ലസ് 2 ഒക്കെ പഠിക്കുമ്പോൾ പല സ്റ്റേജിലുണ്ടായിരുന്നു. ഇപ്പോൾ പഠിക്കുന്നു ഞാൻ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തു. എന്റെ തിരിച്ചു കിട്ടിയതുപോലെ എനിക്ക് തോന്നി. അപ്പോഴാണ് ഞാൻ വീട്ടിൽ കൊണ്ട് തിരിച്ചു കയറാൻ വേണ്ടി ഒരു വാക്കെങ്കിലും പറയാൻ പറ്റുമോ കയറാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ട്രൈ ചെയ്ത് ഞാൻ കയറിയത് എനിക്ക് എന്റെ കഴിവും എനിക്ക് വളർത്തിയെടുക്കണം. എന്റെ നാട് കണ്ടോ? എല്ലാ ദിവസവും അതുവഴിയെ പോകണം. അവിടെ നിന്നാണ് വരുന്നത്. ഇത്രയും ദൂരത്തോടെ ഇത് ഇത്രയും നല്ല സ്കൂളാണ് ഇപ്പോഴായിരിക്കും. ആ വഴിയിൽ എത്ര സ്കൂൾസ് ഉണ്ട്? എന്തൊക്കെ ഇന്നത്തെ പോലെ മുഴുവനാണ്. അല്ല, അവിടെയൊക്കെ നല്ല സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ വന്നാൽ എനിക്ക് ആളാവാന്ന് തോന്നിയിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണിത്. കട്ടക്കയം ക്രൈസ്തവ കാളിദാസൻ കൊട്ടക്കുളത്തിൽ കുളവൻ പണിന്തൻ കട്ടാളിൽ കാപ്പിരികാമദേവൻ കട്ടക്കയം ക്രൈസ്തവ കാളിദാസൻ. അപ്പൊ ഒരു സ്ഥലത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആളാവാം, കാരണം അവിടെയൊക്കെ നല്ല നല്ല കുട്ടികളുള്ള സ്ഥലമാണ്. ആണോ? എവിടെയാ? മസ്കറ്റിൽ എവിടെയാ? ആലോചിച്ചു നോക്കൂ. മസ്കറ്റിലാണെന്ന് പറയുന്നത് ഇന്ത്യയിലാണെന്ന് പറയുന്നവനാണോ? അല്ലെ, ഇന്ത്യയിലാണെന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം ഉണ്ടാവും, ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിക്കില്ലേ? ശാപ്പാട് കഴിക്കാറുണ്ടോ? ആ അന്നത്തിന്റെ കാശ് ആരാ കൊടുക്കണേ? അച്ഛനോ അമ്മയോ? അല്ലെ, അവരെവിടെയാണെന്ന് പോലും എവിടെയെങ്കിലും ആയാൽ ഇപ്പൊ എന്താ, നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ. ഇന്ത്യയിൽ എവിടെയോ ഉണ്ട് എന്റെ അച്ഛൻ, എനിക്ക് ശാപ്പാട് കറക്റ്റായിട്ട് കിട്ടിയാൽ മതി. പറയാം എന്താ പഠിക്കണം? സയൻസ് ആണ് പഠിക്കണത്. താല്പര്യം എത്ര മാർക്ക് കിട്ടും? അമ്മ എത്ര മാർക്ക് കിട്ടും? സഹായിക്കും. എത്ര പേരുണ്ട്? താല്പര്യമുണ്ട് നമുക്ക് ഏത് സമയത്ത് മാറാൻ പറ്റുന്നതാണ് എന്നെ സ്വാധീനിക്കുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും മാറാം. ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചല്ല നോക്കേണ്ടത്, ഫോർഗ്രൗണ്ട് എങ്ങനെയാണെന്ന് തീരുമാനിക്കും. അപ്പൊ ഇപ്പോഴുള്ള മാർക്ക് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് മാർക്ക് എടുക്കുമ്പോൾ എത്രയാവണത്? 100 കിട്ടണം. അതിന് എന്ത് ചെയ്യണം എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരുടെ നന്നായിട്ട് സംസാരിക്കുക. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നാം ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഞാൻ ക്ലാസ്സിൽ വഴക്കം പറയുന്നത് നമ്മളെ ഇനീഷ്യേറ്റ് ചെയ്യിപ്പിക്കാറ്. അതല്ലെങ്കിൽ ഞാൻ ആരെടുത്തെങ്കിലും മോശം പറഞ്ഞിട്ടുള്ളത് ഇവിടെ വന്നിട്ട് പറഞ്ഞ സമയത്ത് ഞാൻ നല്ലതേ പറയാമോ? എസ്വർമ്മ പ്രിയ വാക്യപ്രധാന സർവേ ദുഷ്യന്ത് ജന്തവഹ തസ്മാത് തദേക വക്തവ്യം വചനേക ദരിദ്രത. നല്ല വാക്ക് പറയാൻ പഠിക്കരുത്. അച്ഛനോടും അമ്മയോടും ഒക്കെ നല്ല സംസാരിക്കുക, അനിയത്തിമാരോട് നന്നായിട്ട് സംസാരിക്കുക. ഓക്കെ,
എന്താ ഇന്റഗ്രേഷൻ അറിയാമോ? ഓരോ വസ്തുക്കൾ, ഓരോ സബ്ജക്റ്റുകൾ അവിടെ വരുന്നത് എവിടെയോ മാറിയിരുന്നത് കണ്ടു. ഇയാള് സീറ്റ് കാല് മാറുന്ന ഞാൻ കുറെ കണ്ടു. അതാ ഞാൻ ചോദിച്ചത് എവിടെയായിരുന്നു. വേറെ ആരോട് ചോദിച്ചത്? അപ്പൊ നിങ്ങൾ ഓരോരാളെയും ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇന്ന് എന്റെ പിക്ചറിൽ ഞാനൊരു പോസ്റ്റർ എടുത്താൽ ഫേസ്ബുക്കിലോ ഇല്ല പോയിട്ടുണ്ട്. അതുപോലെയാണ് ഞാൻ എക്സാം എഴുതാറ്. ഒരു ഫ്രീ ആയിട്ട് എഴുതുന്ന പേപ്പറാണേലും അത് മേടിച്ച് അതിൽ എഴുതാനൊക്കെ വളരെ മടിയാണ്. ഇപ്പൊ സാറ് പറഞ്ഞു ഒരു പേപ്പർ മേടിച്ച് അതിൽ മാർക്ക് എഴുതുന്നതും നല്ല ഹാൻഡ് റൈറ്റിംഗ് എഴുതുന്നതൊക്കെയാണ് ടീച്ചേഴ്സിനെ കൂടുതൽ ഇംപ്രഷൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ പേപ്പറിൽ ഒന്ന് മാർജിനിടാനും അത് വളരെ നല്ല നമ്മൾ എത്ര പഠിച്ചിട്ട് കാര്യമില്ല, അത് പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് കൂടി ഉണ്ടായാലും മാർക്ക് വരും. ആർട്ട് ഓഫ് റൈറ്റിംഗ് എക്സാം വെരി വെരി നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്. എനിക്കൊരു വിഷമമില്ല. ഞാൻ ചില സ്ഥലത്ത് എന്നിട്ടും റിയാക്ട് ചെയ്യാത്ത സ്ഥലത്ത് ഞാൻ തിരിച്ചു പോകാറ്. ഇവർ ദുബായിൽ ഒരു പ്രഭാഷണത്തിന് പോയ സമയത്ത് റിയാക്ഷൻസ് വളരെ മോശമായിരുന്നു. 2 മിനിറ്റ് ഞാൻ നിർത്തും. ഞാൻ ഭാഗത്ത് പോയിട്ട് അപ്പൊ നല്ല സ്റ്റുഡൻസ് ആണെങ്കിൽ പഠിപ്പിക്കാൻ പറ്റും. മാറ്റിയെടുക്കാൻ എന്തൊക്കെയേ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ഇത്രയും പേര് വരുമോ? അപ്പൊ ഇയാൾ പറഞ്ഞത് ശരിയാ. എന്താ ചെയ്യുന്നത്? നല്ല അടി കിട്ടുമെന്ന് പറഞ്ഞാൽ എന്ത് പണിയും ചെയ്യും. ഇനി ഞാൻ പറഞ്ഞില്ലായിരുന്നു വിചാരിക്കും. നിങ്ങൾ വേറെ വേറെ പോയിന്റ്സ് പറയണത്. എല്ലാവരും ക്ലാസ് നന്നായി കുറെ കൊണ്ട് പോകും. ആണോ അല്ലയോ? അപ്പൊ നിങ്ങൾക്ക് ഉണ്ട് കുറെ പോയിന്റ്സ്. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് എടുത്തിട്ടുള്ള പല ക്ലാസ്സുകളിലും ഇത്രയും കുട്ടികൾ സ്റ്റേജിൽ വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ കുട്ടികൾ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇപ്പൊ ചില കോളേജസിൽ വന്നിട്ടുണ്ട്, പക്ഷെ അതും ഒറ്റയടിക്ക് ഇത്രയും പോയിന്റായിരുന്നു. ഗുഡ് ഗുഡ്. വീട്ടിലിരിക്കുമ്പോ ഏത് വിഷയം പഠിക്കണം? സയൻസ്. 15 മിനിറ്റ് കണ്ടിന്യൂസ് പഠിക്കാവോ? 15 മിനിറ്റ് കണ്ടിന്യൂസ് പഠിക്കാവോ? ഏത് സമയമായാലും 15 മിനിറ്റ് പഠിക്കുക. എല്ലാരും നെല്ലിപ്പാറ നെല്ലിക്കുന്നൊക്കെയാണല്ലോ. ആകെ നെല്ലികളാണ്. എല്ലാരും പറയുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ആണ് നല്ലതാണ്. പക്ഷെ ഞാൻ പറയാറുള്ളതാണ് AIMS ആണ് നല്ലത്. സോ ട്രൈ ഫോർ AIMS.
എയർഫോഴ്സ്, ആർമി, നേവി, ഇത് മൂന്നും കൂടിയിട്ടുള്ള ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു. അപ്പൊ കുറെ ആർമി, എയർഫോഴ്സ്, നേവി ആയിട്ട് ബന്ധമുള്ളതാണ്. കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് അവരൊന്നും കേൾക്കണില്ല, അതുകൊണ്ടാ ഒച്ചയുണ്ടാക്കുന്നത്. അതൊക്കെ പറയണം. ബ്രഹ്മമുഹൂർത്തത്തിന്റെ സമയത്ത് ഇരുന്ന് പഠിച്ചാൽ ബ്രഹ്മാവ് ചോദ്യം ചോദിക്കുകയും സരസ്വതി എന്ന ഉത്തരം നൽകുകയും എവിടെയാണോ ചോദ്യം ഉണ്ടാവുന്നത് അവിടെ ഉത്തരം ഉണ്ടാവും. ഭാരതീയ സങ്കല്പത്തില് വിഷ്ണുവിന്റെ പണി മെയിന്റനൻസ് ആണ്. വിഷ്ണുവിന്റെ ഭാര്യയുടെ പണി ലക്ഷ്മി പണിയാണ്, പൈസയാണ്. അപ്പൊ എവിടെ ജോലിയും കർമ്മവും ഉണ്ടോ അവിടെ എന്തുണ്ടാവും? കാശുണ്ടാവും. ഏറ്റവും നല്ല ആരോഗ്യമുള്ളവർക്ക് സുഖമായിട്ട് മെഡിറ്റേഷൻ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് മെഡിറ്റേഷന്റെ ഭഗവാനാണ് ശിവൻ. ശക്തി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഭാരതീയ സങ്കല്പം ജനങ്ങളുടെ മനസ്സും ശരീരവും സോഷ്യൽ ലൈഫും ഒക്കെ സങ്കല്പം ചെയ്തിട്ടുള്ള ജീവിതശൈലിയാണ്. അപ്പൊ ബ്രഹ്മാവിന്റെ ഭാര്യ സരസ്വതി എന്ന് പറയാൻ കാരണം എഡ്യൂക്കേഷനിലെടുത്ത് റിസർച്ച് നടക്കുള്ളൂ. എവിടെയാണോ വർക്കുള്ളത് അവിടെ പൈസ ഉണ്ടാവും. അതൊക്കെ ആരുടെ കയ്യിലാ? അവനവന്റെ കയ്യിലാണെന്നുള്ളതാണ് ആദ്യത്തെ ശ്ലോകം. കരാഗ്രേ അർത്ഥം പൈസ. കരാഗ്രേ വസത്തെ ലക്ഷ്മി, എന്റെ കാശ് എന്റെ കയ്യിലാണ്. കരമധ്യേ സരസ്വതി, എന്റെ വിദ്യാഭ്യാസം എന്റെ കയ്യിലാണ്. കരമൂലേ സ്ഥിതാ ഗൗരി, എന്റെ ശക്തി എന്റെ കയ്യിലാണെന്ന് പറയുന്നതാണ് ആദ്യത്തെ ഗുണം. എന്റെ അർത്ഥം മനസ്സിലായോ? മനസ്സിലായോ? There are three things which makes you to become operational. Performance P is equal to attitude plus skill plus opportunity. ഈ മൂന്ന് സംഭവം വേണം. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എനിക്ക് സ്വിമ്മിങ്ങിനോട് താല്പര്യം ഉണ്ടാവും, അതാണ് എന്റെ ആറ്റിറ്റ്യൂഡ്. സ്വിമ്മിങ്ങിനോട് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വളർന്നിച്ചാൽ എന്തൊരു മുങ്ങിച്ചെത്തു. അപ്പൊ സ്കിൽ ഉണ്ടാവണം. എന്തുണ്ടാവണം? നീന്താനുള്ള കഴിവുണ്ടാവും. നീന്താനുള്ള കഴിവുണ്ട്, ഇഷ്ടമുണ്ട്. പക്ഷെ സ്വിമ്മിംഗ് പൂളിൽ നിങ്ങൾ എന്ത് ചെയ്യും? സ്വിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആറ്റിറ്റ്യൂഡ് മാത്രമല്ല വേണ്ടത്, ആറ്റിറ്റ്യൂഡിന്റെ കൂടെ സ്കിൽ ഉണ്ടാക്കിയെടുക്കണം. താല്പര്യം ഉണ്ടെങ്കിൽ സ്കിൽ ഉണ്ടാക്കിയെടുക്കും. നല്ല സ്വിമ്മിങ്ങിന് താല്പര്യമുള്ളവർ എന്ത് ചെയ്യും? സ്വിമ്മിംഗ് പൂൾ എവിടെ ഉണ്ടെങ്കിലും തപ്പി കണ്ടുപിടിക്കും. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇയാൾ പറഞ്ഞത്. എന്താണത്? ആറ്റിറ്റ്യൂഡ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഈസ് ആറ്റിറ്റ്യൂഡ്. വണ്ടർഫുൾ, ഗുഡ് ബോയ്. Study is for comprehension. Comprehension എന്ന് പറഞ്ഞാൽ പാരഫ്രൈസിംഗ് എന്ന് പറയും. ഞാൻ പഠിച്ച സംഭവം വേറെ എന്റെ വാക്കിലാക്കിയിട്ട് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാം. പാരഫ്രൈസിംഗ് ഈസ് വാട്ട് ഈസ് ലേണിംഗ്. ഗുഡ്. സർ, സാർ പറഞ്ഞില്ല 5 റോഡ്സ് എഴുതാനായിട്ട് പറഞ്ഞില്ലേ? അപ്പം എഴുതി. ഞാനൊരു മകനാണ്, നല്ലൊരു വിദ്യാർത്ഥി, നല്ലതല്ല വിദ്യാർത്ഥിയാണ്, ഒരു സുഹൃത്താണ്, ഒരു സഹോദരനാണ്. അങ്ങനെ എഴുതി. അപ്പൊ എനിക്ക് കിട്ടിയ വാല്യൂസ് എല്ലാം വളരെ കുറവായിരുന്നു. ടീച്ചേഴ്സ് എനിക്ക് 72% കിട്ടും. പാരന്റ്സ് 72 കിട്ടി. അല്ല, ഈ നമ്പർ സിസ്റ്റത്തിൽ 72 എന്നുള്ള നമ്പർ എങ്ങനെ അറിയുള്ളൂ? എന്റെ ടീച്ചേഴ്സ് എന്റെ പാരന്റ്സ് എല്ലാം എനിക്ക് അറിയുള്ളൂ. എന്റെ ടീച്ചേഴ്സ് എല്ലാം ഇനി ഒരു കാര്യം ചെയ്യണം. ഇന്ന് പോയിട്ട് അമ്മയോട് ചോദിക്കണം, അമ്മ എനിക്ക് എത്ര മാർക്ക് തരും, അച്ഛൻ എത്ര മാർക്ക് തരുമെന്ന് ചോദിക്കണം. ഇതിന് വേറെ പരിപാടി വേണം. അച്ഛനോടും അമ്മയോടും അവരുടെ റോളുകൾ എഴുതാൻ പറയും. അപ്പൊ അമ്മ എന്തെഴുതും? വൈഫ്. അമ്മ അവരുടെ പാരന്റ്സിന്റെ മകളാണ്, ഇയാളുടെ അമ്മയാണ്. അവരോടും ചോദിക്കുക, അമ്മ എന്നുള്ളത് അമ്മക്ക് എത്ര മാർക്ക് കൊടുക്കും, നിങ്ങൾ അമ്മക്ക് എത്ര മാർക്ക് കൊടുക്കും? How much mark you will give to your mother? എത്ര മാർക്ക് കൊടുക്കും? ആലോചിക്കാനുള്ളതൊക്കെ പറയുന്നത് 98% കുറവ്. അച്ഛൻ എത്ര മാർക്ക് കൊടുക്കും? 99. ഓക്കെ. ഇനി അച്ഛനും അമ്മയ്ക്കും ഇത്രയും മാർക്ക് കൊടുക്കണം. ഇനി അച്ഛനോട് ചോദിക്കണം, അച്ഛൻ വൈഫിന് എത്ര മാർക്ക് കൊടുക്കും?
അമ്മയോട് ചോദിക്കാം ഹസ്ബൻഡിന് എത്ര മാർക്ക് കൊടുക്കും. അപ്പൊ ഇന്ന് വൈകുന്നേരം പോയാൽ കഴിക്കാനുള്ള വീട്ടിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ അച്ഛനൊരു ബോധം വരും, ഞാൻ നല്ലൊരു അച്ഛനാണ്, പക്ഷെ ഞാൻ നല്ല ഹസ്ബൻഡ് ആണോ, ഇനി ഒന്ന് നന്നാണെന്ന് അവർക്ക് തോന്നും. മനസ്സിലായി? അപ്പൊ വീട് ആകെ നന്നാക്കാൻ ആർക്ക് പറ്റും? Fine? Good. 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 എനിക്ക് ഒരു നല്ല ലക്ഷ്യബോധം ഉണ്ടായി. ഇന്ന് വരെ എനിക്ക് ഇതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിനെക്കുറിച്ച് കൂടുതലൊരു അനുഭവം അതിനെപ്പറ്റി ഒരു ആശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ഈ ക്ലാസ് കേട്ടതുകൊണ്ട് എനിക്ക് എന്റെ മനസ്സിൽ ദൃഢമായ ആഗ്രഹമുണ്ട്. എനിക്കൊരു ഡോക്ടറാണ്. എനിക്കൊരു ഗൈനക്കോളജിസ്റ്റ്. ഒരു ഡോക്ടർ ആണെന്ന് പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ ഐ വിൽ സേ യു ആർ നോട്ട് ഗുഡ്. കാരണം അത് കഴിഞ്ഞ് സ്പെഷ്യലൈസേഷൻ കൂടി പറയുമ്പോഴാണ് എനിക്ക് മസാല ദോശ കഴിക്കണം എന്നായിട്ടാണ്. അടുത്ത ചോദ്യം, ഏത് ഹോട്ടലിലാണ് പോകേണ്ടത്? ആണോ അല്ലയോ? അപ്പൊ എവിടെ പോയി? കൊച്ചിയിൽ അമൃതേ ഉള്ളൂ, പ്രൈവറ്റ് ആണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കൊച്ചിയിലില്ല. ആലപ്പുഴയാണുള്ളത്, തൃശ്ശൂരാണുള്ളത്, കോഴിക്കോടാണുള്ളത്. ഇതൊന്നും ആഗ്രഹമായിട്ട് വെക്കരുത്. കാരണം ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് AFMC ആണ്, ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ്. അതിൽ പഠിച്ചു കഴിഞ്ഞാൽ MBBS കഴിയുമ്പോഴത്തേക്കും പിന്നെ സ്പെഷ്യലൈസേഷൻ നിങ്ങൾ പോകണമെന്നില്ല, അവരയച്ചോളൂ. MBBS കഴിയുമ്പോഴത്തേക്കും ഏകദേശം നല്ല റാങ്കിലുള്ള ഒരു ജോലി കിട്ടും. മനസ്സിലായി? യൂണിഫോമിൽ ഡോക്ടറായിട്ട് ദിവസം ഇന്ത്യയിൽ എവിടേക്കും പോവാം. എബ്രോഡിൽ ചുരുങ്ങിയത് 10 രാജ്യങ്ങളിലേക്ക് അയക്കും. അണ്ടർസ്റ്റുഡ്? ലൈഫ് സെക്യൂർഡ് ആയി. രണ്ടാമത്തെ ഓപ്ഷൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എയിംസ് ആണ്. എയിംസ് ഇപ്പൊ ഡൽഹിയിൽ മാത്രമേ ഉള്ളൂ. അടുത്ത വർഷം ചുരുങ്ങിയത് 5 സ്ഥലത്തെങ്കിലും തുടങ്ങും. ഇതാണ് അടുത്തത്. ഇത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ജിഗ്മർ ആണ്, പിന്നെ പോണ്ടിച്ചേരി മെഡിക്കൽ കോളേജ്.